തിയേറ്റർ എന്ന് പറയുന്ന ഒരു മാധ്യമം വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച നടക്കാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 പേരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ 4 പേരും പലതരത്തിലുള്ള തിരക്കുകളായതുകൊണ്ട് നമുക്കിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്, ആ സെഷനിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തതിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ കെ മുഹമ്മദ് ഷെരീഫും ഡോക്ടർ കെ എസ് വാസുദേവൻ സാറുമാണ്. അതേ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നല്ല അനുഭവ പരിചയമുള്ള ഒരാളാണ് ഹിക്മത്ത് സാറ്. അദ്ദേഹത്തോട് ഈ സെഷനിലേക്ക് വരാൻ വേണ്ടി നമ്മൾ പോകാനിരുന്ന ആളെ പിടിച്ച് നമ്മൾ ഈ സെഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. അത് നമുക്ക് എന്തുകൊണ്ടും ഗുണം ചെയ്യും. ഇവരൊന്നും നമ്മൾ വാസുദേവ മാഷെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസുദേവ മാഷ് ഇത്തവണ നമ്മളുടെ കൂടെ 2 ദിവസം ഒരു തിയേറ്റർ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. മാഷ് ശങ്കരപ്പിള്ള കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള നാടകങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഡയറ്റിലെത്തിയിട്ടുള്ള വാസുദേവ മാഷ് ഈ എഡ്യൂക്കേഷണൽ തിയേറ്റർ എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്ന ടൂളോ അല്ലെങ്കിൽ മാധ്യമമോ ഉപയോഗിച്ച് ക്ലാസ് റൂമുകൾ എങ്ങനെ മാറ്റി തീർക്കാം എന്നതിൻ്റെ വലിയ പ്രായോഗിക പാഠം പാലക്കാട് ജില്ലയിൽ ഉടനീളം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാലക്കാട് ഡയറ്റിലെ അധ്യാപകനായിരിക്കെ പാലക്കാട് ജില്ലയിലെ എയ്ഡഡ് സർക്കാർ വിദ്യാലയങ്ങളിലെ എല്ലാ ക്ലാസ് മുറികളിലും എല്ലാ വിഷയത്തിലും വലിയൊരു കൂട്ടമുണ്ടാക്കി. എഡ്യൂക്കേഷൻ തിയേറ്ററിൻ്റെ പ്രയോക്താക്കളായിട്ടുള്ള വലിയൊരു കൂട്ടത്തെ ഉണ്ടാക്കി അതിൻ്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ പരിശീലനം കൊടുത്തുകൊണ്ട് ഒരു ജില്ലയിലുള്ള മൊത്തം സ്കൂളുകളിൽ തിയേറ്റർ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രായോഗിക പരിപാടി നടത്തിയ ആളാണ് വാസുദേവ മാഷ്. വാസുദേവ മാഷ് നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളും ഇതിൻ്റെ സൈദ്ധാന്തികമായ പശ്ചാത്തലവും അതിൻ്റെ ഇനിയുള്ള സാധ്യതകളും ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു PhD ഗവേഷണമാണ് നമ്മുടെ ഇന്നത്തെ പാനലിസ്റ്റുകളിൽ ഉള്ള 2ാമത്തെ ആളായിട്ടുള്ള ഡോക്ടർ കെ മുഹമ്മദ് ഷെരീഫ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ PhD ഈ തിയേറ്റർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഏരിയയിലാണ്. ഞാൻ വാക്കൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള വാക്കുകളായതുകൊണ്ട് തിയേറ്റർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ തിയേറ്ററിനോ എഡ്യൂക്കേഷണൽ തിയേറ്ററിനോ ഒക്കെ പറയുമ്പോൾ അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പല പല വാക്കുകളാവും. നമുക്ക് അത് അത്ര ബന്ധമില്ലാത്തത് കൊണ്ട് വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയേക്കാം ഒരുപക്ഷെ. ഈ 3 പേരുമാണ് ഈ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ പലരും ഇത് MA കഴിഞ്ഞിട്ട് BEd പോകാൻ നിൽക്കുന്നവരും TTC കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപനം എന്നതൊരു പ്രൊഫഷനായി സ്വീകരിക്കുകയാണെങ്കിൽ ഒരു മീഡിയ എങ്ങനെയാണ്, അപ്പോൾ നമുക്കിതിൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ തിയേറ്റർ അല്ലെങ്കിൽ പെർഫോമൻസ് എന്നതിൻ്റെ വലിയ സാധ്യതകൾ ഇവിടെ നടന്നിട്ടുള്ള ഈ സെഷനുകളിലൂടെയൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നതാണ്. അതിൻ്റെ പലതരത്തിലുള്ള ആലോചനകൾ, പ്രയോഗ സാധ്യതകൾ, മറ്റ് സാഹിത്യത്തിലേക്കുള്ള അതിൻ്റെ കടന്നുകയറ്റങ്ങൾ, നോവലിലായാലും കവിതയിലായാലും ഒക്കെ തന്നെ എങ്ങനെയാണ് ഈ ദൃശ്യം, ശബ്ദം, ശരീരത്തിൻ്റെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രയോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലങ്ങളിലൊന്നാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ മുതൽ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികൾ മേഖലയിൽ തിയേറ്റർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഭാവിയിൽ അധ്യാപകരായേക്കാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഈ പെർഫോമൻസിൻ്റെയും തിയേറ്ററിൻ്റെയും പിന്നെ സൈദ്ധാന്തികതയെക്കുറിച്ച് ഉള്ള ഗവേഷണം, അന്വേഷണം തുടങ്ങിയത് മാത്രമല്ല, പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ 3 പാനലിസ്റ്റുകളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സെഷൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ വകുപ്പ് അധ്യക്ഷൻ കൂടായ നാസർ മാഷാണ്. നാസർ മാഷയും ഔപചാരികതയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഈ തിയേറ്ററിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സവിശേഷത, അതിനകത്ത് എപ്പോഴും അതിൻ്റെ ആക്ടേഴ്സിനായാലും സ്പെക്ടേറ്റേഴ്സിനായാലും ഒരു പ്ലേഫുൾനെസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ എഡ്യൂക്കേഷണൽ മെത്തഡോളജിയുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നവും അതുതന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനകത്ത് വലിയ അനുഭവ സമ്പത്തില്ലാത്തതുകൊണ്ട്, ഇപ്പോൾ വാസുദേവ മാഷൊക്കെ അതിൻ്റെ ഒരു ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ധാരാളം ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുള്ള സ്കൂളുകളിലും BRCകളിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ പഠിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ എനിക്കൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. ഇപ്പോൾ മാത്തമാറ്റിക്സ് തിയേറ്ററിലൂടെ പഠിപ്പിക്കുക,
പിന്നെ അല്ലെങ്കിൽ സയൻസ് തിയേറ്ററിലൂടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കുമെന്നുള്ള അറിയാനുള്ളൊരു കൗതുകം മാത്രമുള്ള ഒരാളാണ് ഞാൻ. ഒരിക്കൽ പോലും അത്രയൊരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല. വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുക. പക്ഷേ ക്ലാസ്സുകൾ ഉയർന്നു പോകും തോറും ഇതിനൊരു അബ്സ്ട്രാക്റ്റ് ലെവൽ കൂടിക്കൂടി വരും. ഇപ്പോൾ ഫിലോസഫി, മാത്തമാറ്റിക്സ്, ഇത്തരം സംഗതികൾ എങ്ങനെയായിരിക്കും, അതിനകത്ത് തിയേറ്റർ എങ്ങനെയാണ് ഒരു ടൂളായിട്ട് മാറുന്നത് എന്നുള്ള കാര്യത്തിൽ അറിയാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള കൗതുകമുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. ഈ സെഷൻ നമുക്ക് ഞാൻ പ്രത്യേകമായ വിഷയങ്ങളൊന്നും നിർദ്ദേശിക്കാതെ തന്നെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ദിശകളിലേക്ക്, അതിൻ്റെ സമഗ്രതയിലേക്ക് ഈ ചർച്ച വികസിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചർച്ച ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ KS വാസുദേവൻ മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നാസർ മാഷ് ഇരുന്ന് തന്നെ സംസാരിച്ചുകൊണ്ട് ഞാനും ഇരുന്ന് തന്നെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ആദ്യം ഒരു ചെറിയ വ്യക്തിഗതമായ അനുഭവം പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. കാരണം ഞാൻ ഈ എഡ്യൂക്കേഷൻ തിയേറ്ററിലേക്ക് എത്തുന്നത് ഞാൻ സ്കൂൾ പഠിപ്പിക്കുന്ന കാലത്ത് ആണ് എൻ്റെ PhD കംപ്ലീറ്റ് ആയത്. അന്ന് PTA പ്രസിഡൻറ്റും HMഉം പിന്നെ അവിടുത്തെ സംഘടനാ നേതാവും വളഞ്ഞു വെച്ച് നീ ഈ PhD നേടിയതുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് എന്താണ് ഗുണം എന്നൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ആരംഭിച്ചൊരു തിയേറ്റർ പ്രാക്ടീസാണ്. ഞങ്ങളൊരു സ്കൂൾ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ കോഴിക്കോട് ഗണപത് ബോയ്സ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. അപ്പോൾ ആരംഭിക്കുമ്പം ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഒരു കൗതുകം, കാരണം ഒരു പണി കഴിഞ്ഞു അതിൻ്റെ ഒരു തുടർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ആ സുഖത്തിൽ ഒരു കൊല്ലം കൊണ്ട് ഞാനത് കുറേ പഠിച്ചെടുക്കുക ചെയ്തത്. എങ്ങനെയാണ് ചെയ്യേണ്ടതൊന്നുമില്ല, കുട്ടികൾക്ക് എന്ത് സംഗതി കിട്ടിയാലും അതിനെ പെർഫോമൻസ് ആക്കുക എന്നുള്ള. അപ്പം അന്ന് ഞങ്ങൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് മനസ്സിലാവാത്ത ടോപ്പിക്കുകൾ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഈ ഗ്രൂപ്പിന് റെഫർ ചെയ്യാം. അപ്പോൾ ഈ ഗ്രൂപ്പ് അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെർഫോമൻസ് മിക്കവാറും നാടകങ്ങളായിട്ട് തന്നെ പെർഫോം ചെയ്ത് ആ ക്ലാസ്സിൽ, ഇപ്പോൾ ഒരു 8 B ക്ലാസ്സുകാരാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 B ക്ലാസ്സുകാർക്ക് ഒരു സമയം കണ്ടെത്തിയിട്ട് അവരുടെ മുമ്പിൽ ഒരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്യുന്നത് മുഴുവൻ കുട്ടികളാണ്. അവർക്ക് കണ്ടൻറ്റ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനും മറ്റു ടീച്ചേഴ്സും ചെയ്തിരുന്നത്. അത് പിന്നീട് വന്ന് ഇത് വലിയ തരക്കേടില്ലാത്ത പണിയാണ് എന്ന് തോന്നിയതുകൊണ്ട് മാത്രമല്ല നമുക്ക് ആഹ്ലാദം ഉണ്ടാവുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് പിന്നെ അങ്ങ് കിട്ടിയ അവസരത്തിൽ തുടർന്ന് പോകുന്നുണ്ട്. പിന്നെ ഡയറ്റിനൊക്കെ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ വിളിക്കാനുള്ള അധികാരമുണ്ട്, അവർക്ക് വണ്ടി കൂടി കൊടുക്കാനുള്ള പൈസ ഉണ്ട്, പിന്നെ അവരെ നേരിയ തോതിലൊക്കെ അനുസരിപ്പിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ പോയതാണ്. ഇപ്പോൾ നമ്മൾ ഈ ലേണിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിൽ 2 ടീം പ്രധാനമായിട്ടുണ്ട്. ഒന്നെന്താണ്, ടീച്ചിങ് നിർവഹിക്കുന്ന ആൾക്കാരും ലേണിങ്ങിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും. ഇങ്ങനെ പറയാവുന്നതില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഈ 2 കൂട്ടർക്കും ഇത് എങ്ങനെയാണ് ഒരു തിയേറ്ററിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ ശങ്കരപ്പിള്ള സാറ് അതിമനോഹരമായി തർജ്ജമ ചെയ്ത എന്താണ് തിയേറ്റർ എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്താണ്. ഓതർ, ആക്ടർ, ഓഡിയൻസ്. സാറത് അതിൻ്റെ പദഭംഗി എന്താ പറയുക, പ്രാസഭംഗി നഷ്ടപ്പെടാതെ രംഗം, രചന, രസികൻ എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അതിലാദ്യം വരുന്ന ആൾ ഓതറാണ്. ആയിക്കോട്ടെ. ഈ ഓതർ എന്ന് പറയുന്ന ആൾ, ഇപ്പോൾ നമ്മളതിനെ ഈ ഓതർ എങ്ങനെയാണ് ഒരു സൃഷ്ടിയിലേക്ക് പോകുന്നത്. ചിലപ്പോൾ അയാൾക്ക് ബസ്സിലൊക്കെ പോകുന്ന സമയത്തായിരിക്കും ചിലപ്പം എന്തെങ്കിലും ഒരു കാഴ്ചയോ അനുഭവമോ വർത്താനോ ഇതെന്നൊക്കെ ഒരു തീം കിട്ടുന്നു. തീം കിട്ടുമ്പോൾ ആദ്യം അദ്ദേഹം ആലോചിക്കുക, സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെയാണിത്, അത് ആലോചനയിൽ നിന്ന് വിടാൻ പറ്റാത്ത സംഗതികളെ എന്തെങ്കിലും വർക്കായിട്ട് പിന്നേക്ക് മാറുള്ളൂ. അപ്പോൾ ഈ ആലോചന അങ്ങനെ വർക്കായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഇത് ഏതാണ് ഇതിൻ്റെ മീഡിയം എന്ന് തീരുമാനിക്കും. ചിലത് കവിതയായിട്ട് എഴുതിയാൽ മതിയാവും, ചിലതൊരു കഥയായിട്ട് എഴുതിയാൽ മതിയാവും, ചിലത് പ്രസംഗത്തിൽ ഉദ്ധരിച്ചാൽ മതിയാവും. ഇങ്ങനെ പല തരത്തിലും ചിലത് നാടകങ്ങളാക്കി മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഇപ്പോൾ നാടകമാക്കി മാറ്റാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ഒരാശയം.
അതൊരാശയമായി മാറും. ചിലപ്പം കാഷ്വലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനൊരു ആശയമാക്കി മാറ്റുന്നതോടുകൂടി ഈ ആശയമാക്കി മാറ്റുക എന്നുള്ളത് ഒരു പൂർവാപര ബന്ധമുള്ള ഒരു പാരസ്പര്യമുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഒരു തീം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് അത് പോവുക. ഈ തീമിനെ പിന്നെ എലാബറേറ്റ് ചെയ്യും. ഈ തീമിനെ എലാബറേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അയാൾ ആലോചിക്കുക എന്താ വെച്ചാൽ ഈ തീമിൻ്റെ റെലവൻസ് എന്താണ്, ഇതിനെ കൊണ്ട് വല്ല ആവശ്യ ഉപകാരവും ഉണ്ടോ എന്നാലോചിക്കും. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് ഈ ആലോചനയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് വരിക, എന്തൊക്കെ കമ്പോണൻ്റാണ് ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടത്, ഇതിൽ പിന്നെ വിവാഹമോചിതയായ ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഈ റെലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അയാൾ അതിനൊരു പിന്നെ പല തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ട് അവസാനം ഒരു നാടകം മനസ്സിൽ കളിക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിക്കും. പിന്നെ അതിനെ പകർത്തി എഴുതുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ആദ്യം നാടകം എഴുതിക്കാറില്ല. കാരണം നട്ടപ്രാണ നാടകം എഴുതിയാൽ അത് പണ്ടത്തെ നിങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ പഠിച്ച ഹിന്ദിയിലെ വാർത്താലാപില്ലേ, അതുമാതിരി മാത്രമേ ആവുള്ളൂ. കാരണം അതിൽ ഒരു പെർഫോമൻസ് സാധ്യത ഉണ്ടാവില്ല, പറച്ചിൽ സാധ്യത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ആലോചന നടന്നിട്ട് അവസാനം ഇയാൾ എഴുതുന്നത് വരെയുള്ള പ്രോസസ്സുകളെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്താം. ആ മാറ്റി നിർത്തുന്നത് ആർക്കാണ് പ്രയോജനപ്പെടുക നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. പിന്നെ അത് കഴിഞ്ഞ് ഇത് രംഗം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ്. അതായത് ഒരു സംവിധായകൻ ഈ സ്ക്രിപ്റ്റ് എടുക്കുന്നു, ഒരു ഗ്രൂപ്പുമായി ഡിസ്കസ് ചെയ്യുന്നു, ഗ്രൂപ്പിനെ പലതരത്തിലുള്ള അവരുടെ പിന്നെ ശബ്ദം, ശരീരചലനങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ മുഖാഭിനയത്തിനെ പ്രാക്ടീസ് ചെയ്യുന്നു. അതേപോലെ അവർ ഉള്ള ഓരോ ക്യാരക്ടറിനെയും അതിൻ്റെ റൂട്ട് കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ഉള്ള പ്രവർത്തനത്തിലും കൂട്ടായ പ്രവർത്തനത്തിലുമായിട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസിലൂടെ എല്ലാം കടത്തി വിട്ടിട്ട് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇതിനൊരു ത്രൂ ഔട്ട് പെർഫോമൻസസ് ഉണ്ടാവും. ആദ്യം തന്നെ അദ്ദേഹം ആലോചിക്കുക എന്താ വെച്ചാൽ ഈ നാടകം ഇന്നിവിടെ കളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്, അതിന്ന പ്രയോജനമുണ്ട്. അപ്പോൾ അയാളൊരു എന്താ പറയുക, ഒരു ആംഗിൾ ഓഫ് വിഷൻ ഉണ്ടാവും. ഇപ്പം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ശാകുന്തളം കളിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രയോറിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഏതാണ് മുൻപേ കാണിക്കേണ്ടത്, ഏതാണ് അപ്രസക്തമാക്കേണ്ടത്, ഏതാണ് എന്താ പറയുക കൂടുതൽ പൊലിപ്പിച്ച് കാണിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഏത് ഈ കാഴ്ചപ്പാടിനനുസരിച്ചാണ് അദ്ദേഹം അതിനെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇത് കുറേ പ്രക്രിയകളിലൂടെ കടന്നിട്ടാണ് ഒരു പരിശീലനത്തിലേക്ക് എത്തുക. പരിശീലനത്തിലേക്ക് നാടകത്തിലെ സംഭാഷണങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള പരിശീലനത്തിലേക്ക് എത്തുകയും പിന്നെ അത് പെർഫോം ചെയ്യും. പിന്നെ പെർഫോം ചെയ്യുന്നതിന് മുമ്പേ എല്ലാ കലാരൂപങ്ങളുടെയും ഒരു സംഗമസ്ഥാനമാണ് നാടകം എന്ന് ആലങ്കാരികമായിട്ട് നാടകത്തിന് പറയാറുണ്ട്. എന്തൊക്കെയാണോ നമുക്ക് ഇതിൽ കൂട്ടിച്ചേർക്കാവുന്ന അതൊക്കെ കൂട്ടിച്ചേർക്കാം. സംഗീതം കൂട്ടിച്ചേർക്കാം, നൃത്തം കൂട്ടിച്ചേർക്കാം, അതേപോലെ നാടോടി കലകൾ കൂട്ടിച്ചേർക്കാം. അങ്ങനെ പലതിനെയും ആവശ്യാനുസരണം കൂട്ടിച്ചേർത്തിട്ട് ഇത് പെർഫോം ചെയ്യുന്നു. ആ പെർഫോം ചെയ്ത് കൊണ്ടിരിക്കുന്ന സന്ദർഭം വരെയുള്ള പ്രക്രിയകളെയാണ് രംഗം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി ഒന്ന് രസികനാണ് എന്തോ ആലോചനയിൽ പല കാര്യങ്ങളുടെ ഇടയിൽ വന്ന് നാടകം കാണാതിരിക്കുകയാണ്. അപ്പോൾ അയാളുടേതായ കുറേ ആർജിത അനുഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ചില നാടകം സാമുവൽ ബക്കറ്റിൻ്റെ ഒരു നാടകത്തിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ നാടകം നാട്ടിൽ മുഴുവൻ കളിച്ചിട്ട് ഒരാൾക്കും ഒരു മൈൻഡും ഇല്ലായിരുന്നു. അത് തടവുപുള്ളികളുടെ മുമ്പിൽ കളിച്ചപ്പോഴാണ് ആ നാടകം ഏറ്റവും എഫക്റ്റീവായി മാറിയത്. നാടകം തുടങ്ങി അവസാനിക്കുന്നവരെ അവരതിൻ്റെ ഇതായി. അപ്പോൾ ഓരോരുത്തരുടെയും ആർജിത അനുഭവങ്ങളുമായി തട്ടിച്ചു നോക്കി അവരിലുണ്ടാവുന്ന മാറ്റങ്ങളുണ്ടാവും. തിരിച്ചു പോയി വീട്ടിലെത്തിയിട്ട് പിറ്റേന്നിൻ്റെ ആയിട്ട് ഈ നാടകത്തിൽ എന്തെങ്കിലും സംഗതികളെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എതിരഭിപ്രായമുണ്ടെങ്കിൽ ഈ നാടകം അയാളെ ഏശിയിട്ടുണ്ടെന്നും അയാളുടെ പരിവർത്തനം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ പ്രക്രിയകളെല്ലാം ക്ലാസ് റൂം ട്രാൻസാക്ഷൻ ഉപയോഗിക്കാവുന്ന പഠന പ്രവർത്തനങ്ങളുടെ ഈ രൂപരേഖയാണ്. പ്രവർത്തനം അതിൻ്റെ ഉള്ളിൽ കൂടി വേറെ എന്താ വെച്ചാൽ കൊടുക്കുക. ഇങ്ങനെ പഠന പ്രവർത്തനങ്ങളുടെ രൂപരേഖയാണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുക ആർക്കാണ്? അധ്യാപകർക്കാണോ കുട്ടികൾക്കാണോ?
ഉപയോഗിക്കാൻ ആർക്കാണ് പ്രയോജനപ്പെടുക? അധ്യാപകർക്കായിരിക്കും. അതിൻ്റെ പ്രയോജനം കുട്ടികൾക്കാകട്ടെ. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെപ്പോഴും കുട്ടികൾ ഞങ്ങൾ കണ്ടുപോന്നിട്ടുള്ളത് എന്താ വെച്ചാൽ കുട്ടികളുടെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, മാനസിക ബൗദ്ധിക വികാസത്തിൻ്റെ ഭാഗമായിട്ട് അവരെങ്ങനെയാണ് ഈ പല തിയറികൾ അതിനുണ്ട്. തിയറികളെക്കുറിച്ച് ഞാൻ ഷെരീഫ് പറയുന്നുണ്ട്, തിയറികളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് സൂചിപ്പിക്കുക. ചില തിയറികൾ എന്താ വെച്ചാൽ കുട്ടികളുടെ ഇപ്പം നിങ്ങളുടെ 3ാം ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 6ാം ക്ലാസ് ഓർമ്മയുണ്ടോ? 9ാം ക്ലാസ് ഓർമ്മയുണ്ടോ? ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു അന്നൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു അന്നൊക്കെ? എന്തെങ്കിലുമൊക്കെ പറയാട്ടോ. ഓർമ്മ ഉള്ളവർക്ക് പറയാൻ പറ്റുമല്ലോ, ഇല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം തല്ലൊക്കെ കിട്ടിയത് ഈ 3ാം ക്ലാസ്സിൽ നിന്നായിരിക്കും ആദ്യമായിട്ട്, അല്ലേ? നല്ല പൊളിച്ച ചീത്ത കെട്ടത് 6ൽ നിന്നായിരിക്കും. ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് 9ാം ക്ലാസ്സിൽ നിന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ കാരണം അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഈ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അധ്യാപകർക്ക് അറിയാമെന്നാണ് വിചാരം. അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് നമുക്ക് ചീത്തയക്കണു, നമ്മൾ തല്ലിട്ടണമൊക്കെ. അപ്പോൾ അത് വേറെ, നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു പീരീഡിൽ എത്തുന്ന സമയത്ത്, അതായത് കുട്ടികൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്കാണ് ഈ 3ാം ക്ലാസ് ഇങ്ങനെ കയറി വരിക. ഇപ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നക്ഷത്രം കാണണം തോന്നും. കാണാത്ത നക്ഷത്രത്തെ കുറിച്ച് ഞാനിതിനെ പഠിക്കുന്നത്. ഈ ക്ലാസ് രാത്രിയല്ലേ എടുക്കേണ്ടത്? പകലെടുക്കേണ്ടത്? രാത്രി എടുത്താലല്ലേ നക്ഷത്രം കാണുള്ളൂ? അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരുമോ? ഇങ്ങനെയുള്ള ലൈനിൽ പോകുന്നതിന് കാരണം എന്താ വെച്ചാൽ കൃത്യമായി വസ്തുക്കളെ കണ്ടുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു ഡെവലപ്മെൻറ്റാണ് ആ ഒരു പീരീഡിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ്സിലെത്തുമ്പോൾ എന്താണ് ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ നിന്ന് കടന്നിട്ട് അബ്സ്ട്രാക്റ്റ് ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് എത്തും. അബ്സ്ട്രാക്റ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്ന് അമ്മയെന്ന് പറഞ്ഞാൽ ചില കുട്ടികളെ പൂക്കൾ അങ്ങോട്ട് പോകുന്നുണ്ടാവും. ഇങ്ങനെ പോയി മേഘങ്ങളുടെ ഇടയിൽ കൂടി അയിലയിലൊക്കെ പോയി ഈ സംഗതി വണ്ടി തിരിച്ചു വരാൻ കിട്ടൂല. പക്ഷെ ഇവിടെ അടുത്ത വരിയൊക്കെ ഇങ്ങനെ പോയിണ്ടാവും. ഇങ്ങനത്തെ ഒരു ഇതിലേക്കാണ്. കാരണം എപ്പോഴും അതിനെ തൻ്റേതായ ഒരു ഇമാജിനേറ്റീവ് ലെവലിൽ അഡ്രസ്സ് ചെയ്യാനാണ് കുട്ടികൾ ആ ഒരു പീരീഡിൽ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഏതാണ്ട് ഇങ്ങനെയുള്ള തരത്തിലൊക്കെയാണ് പാഠപുസ്തകങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തതും എങ്കിലും പലപ്പോഴും നമുക്ക് അനുഭവം എന്താണ്, എല്ലാം ഒരേപോലെയാണ്, ഒരേ നീറ്റിക്കുള്ള ഒരു മെഷീനറി വർക്ക് പോലെയാണ്, ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന മാതിരിയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കാണ് ഈ തിയേറ്റർ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഒരേ ആക്ടിവിറ്റി തന്നെ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ നടത്തിപ്പിൻ്റെ രീതി ഒന്നു തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയും വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന തിയേറ്റർ ആസ് എ ടൂൾ ഓഫ് ലേണിംഗ്. ടീച്ചർക്കാണ് തിയേറ്റർ ടൂള്, കുട്ടികൾക്കല്ല. കുട്ടികളുടെ ലേണിങ്ങിൽ ഇനി ഇതെങ്ങനെയാണ് മാറുക? കുട്ടികളെപ്പോഴും കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ ഒന്ന് ഇൻ്റലിജൻസ് ഡെവലപ്മെൻ്റ് ഉണ്ട്. ഈ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. അങ്ങനെ കുറേ തിയറികളുണ്ട്. ഒന്ന് അതിൽ നമുക്ക് ലാംഗ്വേജ് ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് വലിയ കുഴപ്പമില്ലാണ്ട് പുറത്തുനിന്ന് നടന്നോളും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇപ്പോൾ ഈ അവനവനെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക, നമ്മളെ കഴിവുകൾ, പരിമിതികൾ, സാധ്യതകൾ, ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുന്നതാണ് നമുക്കൊരു ഗോള് ഫിക്സ് ചെയ്യാനും നമ്മുടെ ജീവിതത്തിന് ഒരു ആഹ്ലാദകരമായ ജീവിതം രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കുക. അപ്പോൾ അതേപോലെ മറ്റുള്ളവരുമായുള്ള ഒരു റിലേഷൻഷിപ്പ്, അത് കാരണം എല്ലാവരും കൂടിച്ചേർന്ന് ജീവിക്കുന്ന രീതിയാണ് ഈ എറുമ്പിനും മനുഷ്യനൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിത രീതി ജീവിച്ച് പോരുന്ന സമയത്ത് ഈ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും എന്തുണ്ടാവും, സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ബ്ലോക്കായിട്ട് നിൽക്കും. വ്യക്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതിൽ വലിയ പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇൻ്റലിജൻസിൻ്റെ എല്ലാ മേഖലകളെയും
ഏതെങ്കിലും എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്യാൻ കുട്ടിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ കുട്ടി സ്വയം അത് ഏറ്റെടുത്തോളും. ഇപ്പോൾ നാടകത്തിലാകുമ്പം ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യണം. അപരിചിതരായ ആളുകളുടെ ഗ്രൂപ്പാണെങ്കിലും നാടകത്തിലാണെങ്കിൽ വളരെ കൂളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. അത് ചിലപ്പോൾ ചെറിയൊരു പെർഫോമൻസ് നടത്താനായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ഒരു പിക്ചർ പോലത്തെ ഒരു ടാബ്ലോ ഉണ്ടാക്കാനായിരിക്കും. നിങ്ങളുടെ എന്ത് സാധനത്തിലായാലും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനും മറ്റൊരാളെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും ഉള്ള ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യും. ഇത് ഈ പിന്നെ നേരത്തെ ഹിക്മത്ത് പറഞ്ഞ ന്യൂസ് പേപ്പർ തിയേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമല്ലേ, അത് ഞങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഒരു സംഗതി പറയാം. ന്യൂസ് പേപ്പർ തിയേറ്റർ നമ്മൾ ഉപയോഗിച്ച് മാത്തമാറ്റിക്സ് ലേണിങ്ങിനാണ്. മാത്തമാറ്റിക്സിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, പണ്ടൊരു ചെക്കൻ പറഞ്ഞ കാര്യം, നിങ്ങൾ എവിടുന്നോ ഒരു രാജുവിനെ കൊണ്ടുവന്നിട്ട് യാതൊരു കഥയാ ചെങ്ങായിക്ക് അറിഞ്ഞൂടാ, കുറേ പൈസയായിട്ട് പീടിയെ പോവും, എന്നിട്ട് വാങ്ങിയ സാധനത്തിൻ്റെ വിലയൊന്നും തമ്മിൽ കൂട്ടാറിഞ്ഞൂടാ, എന്നിട്ട് ഞങ്ങളെന്തിനാണോ അവൻ്റെ പ്രശ്നം പരിഹരിക്കുന്നത്? ഏതോ ഒരു രാജു അല്ലേ, നിങ്ങൾക്കൊക്കെ രാജുവിന് കിട്ടിയ ആൾക്കാരല്ലേ അല്ലേ? ഈ പ്രശ്നം ഇതൊരു പ്രോബ്ലമാണ്. കണക്കിൻ്റെ അടിസ്ഥാന പരിപാടി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് അല്ലേ അല്ലേ? നാടകത്തിൻ്റെ അടിസ്ഥാന പരിപാടിയോ പ്രോബ്ലം സോൾവിങ് അല്ലേ? കണക്കിൻ്റെ അടിസ്ഥാന പരിപാടി പ്രോബ്ലം സോൾവിങ് ആണ്, നാടകത്തിൻ്റെ അടിസ്ഥാന പരിപാടി പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലം എനാക്ട് ചെയ്താലോ? അഗസ്റ്റ പോലെ ചെയ്തൊരു പരിപാടി അതാ. ഇപ്പം ഇന്നത്തെ നമ്മുടെ പത്രത്തിലൊക്കെ വായിച്ചാൽ മനുഷ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ 12ാമത്തെ കോളത്തിൽ സൈഡിൽ ആ ദർഗാസിൻ്റെ ഒക്കെ ചോട്ടിലേക്ക് ഉണ്ടാവുക അല്ലേ? ഇങ്ങനത്തെ ഒരു സാഹചര്യം ലാറ്റിൻ അമേരിക്കയിൽ വന്നപ്പം അങ്ങനെ ഒളിച്ചു കിടക്കുന്ന വാർത്തകളെ എടുത്തിട്ട് കുറച്ച് ഭാഗം വരെ പെർഫോം ചെയ്യും. ഇത് പ്രോബ്ലം മാത്രം. സൊല്യൂഷൻ ആരാണ്? സൊല്യൂഷൻ മറ്റുള്ളവർ ഡിസ്കസ് ചെയ്തിട്ട് അവർ തുടർന്ന് പെർഫോം ചെയ്യും. അപ്പോൾ ഈ പ്രോബ്ലം എന്നുള്ളത്, അതായത് പ്രോബ്ലത്തിനൊരു സംഗതി എന്ന് വെച്ചാൽ, പ്രോബ്ലം സോൾവിങ്ങിൻ്റെ മുമ്പ് പ്രോബ്ലം അനലൈസ് ചെയ്യണം. കുട്ടികൾ പ്രോബ്ലം അനലൈസ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. നിങ്ങളൊരു 5-ലും 6-ലൊക്കെ പഠിക്കുന്ന സമയത്ത് പരീക്ഷകളിൽ നിന്ന് മാഷോട് ചോദിച്ചിട്ടുണ്ടാവുക, സാർ ഇത് കൂട്ടുകയാണോ വേണ്ടിയോ കുറയ്ക്കുകയാണോ വേണ്ടിയോ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? കൂട്ടുകയാണോ വേണ്ടതെന്ന് നമുക്കറിയാം, അത് എന്താണ്, ഈ അതിൻ്റെ സിസ്റ്റമാണ്, അൽഗോരിതാണ്. പക്ഷേ കൂട്ടുകയാണോ വേണ്ടത് കുറയ്ക്കുകയാണോ വേണ്ടത് എന്ന് തിരിച്ചറിയലാണ് പ്രോബ്ലം അനാലിസിസിലൂടെ ഉണ്ടാവേണ്ടത്. ഇന്നലെ കൂട്ടി തെറ്റിപ്പോയാലും പ്രശ്നമില്ല. അപ്പോൾ ഈ പ്രോബ്ലം അനാലിസിസ് എന്നുള്ള ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് തിയേറ്ററിന് ചെയ്യാൻ സാധിക്കും. തിയേറ്ററിന് ചെയ്യാറെന്ന് വെച്ചാൽ അവർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടോപ്പിക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണക്കിൽ മുന്നോക്കം നിൽക്കുന്നവരും പിന്നോക്കം നിൽക്കുന്നവരുമായ എല്ലാവരും എന്തു ചെയ്യും, ഈ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ, കാരണം അത് ഗ്രൂപ്പായതുകൊണ്ട് ആ ഗ്രൂപ്പിൽ പരസ്പരം കൊടുത്തും വാങ്ങിയും എല്ലാവരുടെയും ഈ ഒരു ക്രിയ ഡെവലപ്പ് ചെയ്യും. നാടകത്തിനെ സംബന്ധിച്ചോ കണക്കിനെ സംബന്ധിച്ചോ ആ പ്രോബ്ലം പിന്നെ കണ്ടെത്തുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അതിന് ആ സോൾവ് ചെയ്ത പ്രോബ്ലമായിട്ട് പിന്നെ കെട്ടിമറേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഡെവലപ്മെൻറ്റ് എന്താ വെച്ചാൽ ഏത് തരം പ്രശ്നങ്ങളെയും വിശകലനം ചെയ്യുന്ന ഒരു യുക്തിചിന്താ പദ്ധതി ഇത്തരം പ്രക്രിയകളിലൂടെ കടന്നുപോയ കുട്ടികളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ചരിത്ര പഠനത്തിൽ, ചരിത്രം പഠിക്കുന്ന നമ്മൾ പഠിക്കുന്ന ചരിത്രം എന്താണ്, ആരൊക്കെ കുറേ ആൾക്കാർ ചില കെട്ടിടമൊക്കെ ഉണ്ടാക്കി വേറെ കുറേ ആൾക്കാർ വന്നൊക്കെ പൊളിച്ച്, അപ്പോൾ പിന്നെ അപ്പോഴേ കുട്ടികൾ മനസ്സ് കുറിച്ചിടും, എന്ത് അതിന് പകരം വീട്ടിയിട്ടുണ്ട് കാര്യം അല്ലേ? എങ്ങനെ ഇത് പൊളിക്കാതിരിക്കും? അതാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഒരു നോളജ് ഒരു പ്രദേശത്തേക്ക് കടന്നു വന്ന് ആ നോളജ് ആ പ്രദേശത്തെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു, അതാണ് ഹിസ്റ്ററി എന്നുള്ളത്. എനിക്ക് ഹിസ്റ്ററീൻ്റെ ഒരു ലേണിങ്, ഇങ്ങനെ ഓരോ വിഷയത്തിൻ്റെയും ലേണിംഗ് സ്റ്റൈലും ഉണ്ട്. ആ ലേണിംഗ് സ്റ്റൈലിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടാവില്ലേ ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ അല്ലേ? സയൻസിൽ ബയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ഏതാണ്? സയൻസിൽ സാധാരണ എന്താ, നിരീക്ഷണം, പരീക്ഷണം, അങ്ങനത്തെ ഒക്കെ കുറേ വർത്തമാനം പറയല്ലേ അല്ലേ? ബയോളജിയിൽ ഏതാണ് ഏറ്റവും പ്രധാനം? സയൻസ് പഠിച്ചവർ പറഞ്ഞാൽ മതി, അല്ലാത്തവർ പറയണമെന്നില്ല. താമസം വരെ പഠിച്ചിട്ടുണ്ട്. അത് പിന്നെ ഈ കോലത്തിലല്ലേ പോകുന്നത് അല്ലേ?
9ാം ക്ലാസ്സിൽ നിന്ന് പുറത്തായി പോയി. പിന്നെ 10ലാണെങ്കിൽ മൊത്തം ജയിലിലായതുകൊണ്ട് പുറത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാനോ. നിരീക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പം നിരീക്ഷണത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ വിഷയത്തെ മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പർപ്പസിന് വേണ്ടി നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തിയേറ്റർ ഉപയോഗിക്കാം. അത് ചിലപ്പോൾ തിയേറ്ററിലേക്ക് വരുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കും. ഇപ്പോൾ ഒരു ഇല പറിച്ചു കൊണ്ടുവന്നിട്ട് ആ ഇലയുടെ ഒരു ഡിസൈൻ കടലാസിൽ വരയ്ക്കാനും ആ ഇലയുടെ ഓരോ വരകളും വള്ളി പല ജാതി സാധനങ്ങളുണ്ടാവുമല്ലോ, ഇതൊക്കെ നോക്കി പകർത്തി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിരീക്ഷണം എന്ന ശാസ്ത്ര രീതി ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ സൂക്ഷ്മതലത്തിൽ ഉപയോഗിക്കാനുള്ള പ്രാക്ടീസായിട്ടാണ് അത് ഉപയോഗിക്കുക. അതേപോലെ കെമിസ്ട്രിയിൽ വരുമ്പോൾ പരീക്ഷണമായിരിക്കും പ്രധാനം. ഫിസിക്സിലോ? ഫിസിക്സിലാ? അറിയുന്നവർ പറഞ്ഞാൽ മതി, സയൻസ് പഠിക്കാത്തവർ പറയേ വേണ്ട. അല്ല, ഈ പിന്നെ മറ്റേ ഇയാളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരു ആപ്പിൾ വീണ ഒരാൾ? അയാൾ എന്താ ചെയ്തത്? ആ തിയറി കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ആയിരക്കണക്കിന് ആൾക്കാരുടെ തലയിൽ ആപ്പിളല്ല തേങ്ങ വരെ വീണുണ്ട് അതിന് മുമ്പ്. അയാൾ ചെയ്ത പരിപാടി എന്താ? ആലോചിച്ചു അല്ലേ? എന്തുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞ് ഇന്നതായിരിക്കാം നിഗമനം എന്ന് പറയുന്നത്. ഇങ്ങനെ നിഗമനങ്ങളെയും ആ നിഗമനങ്ങളെ വീണ്ടും പരീക്ഷിച്ച് ഉറപ്പിക്കുകയും ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നതിന് ഈ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള താല്പര്യവും വൈദഗ്ധ്യവും സൂക്ഷ്മത ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ഇടയിൽ ഈ തിയേറ്റർ ചെയ്യുന്ന ഒരു പണി. അല്ലാതെ പിന്നെ എഡ്യൂക്കേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ പാഠഭാഗങ്ങളെ നാടകമാക്കിയിട്ട് കളിക്കലല്ല. അത് വേണമെങ്കിലാവാം. ചിലപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ പിടിക്കാനൊക്കെ ചൂണ്ടയിൽ ഇര കോർക്കണില്ലേ, അതേമാതിരി നാടകം എന്ന ഇര കോർത്തിട്ടിട്ടാവും ബാക്കി പണിയൊക്കെ ചെയ്യുക. കാരണം ആ സമയത്ത് എന്താ വെച്ചാൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സാധനം പെർഫോം ചെയ്യാതെ പോകരുത്. അത് ഭയങ്കര പാപമാണ്. മരിച്ചു കഴിഞ്ഞ് പോയാൽ ചോദിക്കും, അന്ന് ആ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു നാടകം കളിക്കാൻ പറഞ്ഞിട്ട് കളിപ്പിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് പഠന പ്രവർത്തനങ്ങളെ ടീച്ചേഴ്സ് ഓർഗനൈസ് ചെയ്യുകയും കുട്ടിയെ ഈ പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയിൽ അത്തരം നൈപുണികൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യാണ് എഡ്യൂക്കേഷണൽ തിയേറ്റർ ചെയ്യുന്ന ഒരു പണി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് പിന്നെ ഞങ്ങൾ പലപ്പോഴും എന്താ വെച്ചാൽ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പാലക്കാടൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ രാജ്യവ്യാപകമായി ചെയ്യേണ്ട വന്നതെന്താ വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് ഒരു പ്രോജക്റ്റ് അങ്ങ് ഉണ്ടാക്കി പൈസയൊക്കെ വെച്ച് കണ്ട് അത് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു നിവൃത്തിയില്ലാതെ ചെയ്ത് പോകുന്നതാണ്. കാരണം നമുക്ക് അധ്യാപകരിലൂടെ തന്നെ ചെയ്യണം. പക്ഷേ അതിപ്പോഴും അവിടെ പല സ്കൂളുകളിലും ഈ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഇതിൻ്റെ ചെറിയൊരു 2 ദിവസത്തെ മിനിയേച്ചർ നടക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ്. 2011 ഞാൻ പാലക്കാട് വിട്ടിട്ടുണ്ട്. അപ്പം അത് പഠിക്കുന്നതിനാവശ്യമായ ഒരു വിചാര മാതൃകയെ, ഒരു പാരഡൈമിനെ എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനുള്ള ഒരു ടൂളായിട്ടാണ് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ള എഡ്യൂക്കേഷണൽ തിയേറ്ററിനെ വളരെ കൃത്യമായി നിർവചിക്കുക എന്ന വാക്ക് എത്രമേൽ ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ജൈവ സ്വഭാവമുള്ള ഒന്നിനെയും അങ്ങനെ നിർവചിക്കാനൊന്നും കഴിയില്ല. എന്തായാലും അതിനെ കുറെ കൂടി വളരെ ക്യാരക്ടറൈസ് ചെയ്ത് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാഷ് ചെയ്തത്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഒരുപക്ഷെ ഇതിനെ സൈദ്ധാന്തികമായി തന്നെ സമീപിക്കാൻ കെൽപ്പുള്ള ഒരാളാണ് ഡോക്ടർ മുഹമ്മദ് ഷരീഫ്. അദ്ദേഹം എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹം ഫാറൂഖ് ട്രെയിനിങ് കോളേജിലെ അധ്യാപകനാണ്. ഈ എഡ്യൂക്കേഷണൽ തിയേറ്ററിലാണ് അദ്ദേഹത്തിൻ്റെ PhD. സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞങ്ങളൊക്കെ പഠിച്ച കാലത്തുണ്ടായിരുന്ന ഒരു ബിഹേവിയറിസ്റ്റ് പാരഡൈം മാറുകയും ഒരു കുറെ കൂടി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു പുതിയ മാതൃകയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ മാറുകയും ചെയ്തതിന് ശേഷമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ മുമ്പിലിരിക്കുന്നവരൊക്കെയും.
ഇതിനകത്ത് കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നു എന്ന് പറയുന്ന അടിസ്ഥാന സങ്കല്പം, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുകയല്ല, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഒഴിഞ്ഞ പാത്രങ്ങളായിരിക്കുകയും അവരിലേക്ക് അറിവ് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുകയല്ല, മറിച്ച് കുട്ടികളുടെ അറിവ് സ്വയം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ, വിശേഷിച്ചും സംഘസ്വഭാവമുള്ള പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ അറിവ് നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാതൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് പാരഡൈമിനകത്തുള്ള കോഓപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ അത്തരത്തിൽ കൂട്ടമായി ചേർന്ന് നമ്മൾ അറിവിനെ നിർമ്മിച്ചെടുക്കുന്ന സാഹചര്യങ്ങളെയാണ്. അത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് പുതിയ സ്കൂളുകളിൽ ഒരു തത്വത്തിനപ്പുറം പ്രായോഗിക തലത്തിൽ എത്രത്തോളമാണ് നടക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഷെരീഫ് സാറ് ബഡ്ഡിംഗ് ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന ആൾ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടി ഉണ്ടാവും. അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട വാസുദേവ മാഷ്, ഇക്മത്തുള്ള സാർ, നാസർ സാർ, രതീഷ്, ലത്തീഫ്, സുഹൃത്തുക്കളെ, നാസർ സാറ് വിദ്യാഭ്യാസ മേഖലയിൽ സംസാരിക്കാൻ ഞാൻ അശക്തനാന്ന് പറഞ്ഞ് തുടങ്ങിയതിലെ കളവാണ് ആദ്യം തന്നെ പൊളിക്കേണ്ടതെന്ന് തോന്നുന്നു. അദ്ദേഹം എഡ്യൂക്കേഷനിൽ PG ഉള്ള ആളാണ്, MEd ചെയ്ത ആളാണ്, നേരത്തെ ട്രെയിനിങ് കോളേജ് അധ്യാപകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആൾ കൂടിയാണ്. നമ്മൾ ഈ ഒരു സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സാഹിത്യവും ശാസ്ത്രവും എങ്ങനെയാണ് വേർപെട്ട് നിൽക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചന നമ്മൾ നടത്തിയാൽ വളരെ രസകരമായൊരു സാധനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ബീച്ചിൽ പോയി ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കാം. അപ്പോൾ ബീച്ചിൽ പോയി ഇരിക്കുമ്പോൾ നമ്മൾ കാറ്റ് കൊള്ളുന്നതിനോടൊപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടാസ്വദിക്കും. ഒരു സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, ആകാശത്ത് നിറയെ ചുവപ്പ് നിറമാണ്, കൂട്ടിലേക്ക് പോയുന്ന കിളികളുടെ ഒരു പറക്കൽ ഭംഗിയോടുകൂടി ആസ്വദിക്കുന്നു. കടലൊരു പക്ഷേ തോണി ഉണ്ടെങ്കിൽ ആ തോണിയുടെ ഒരു രൂപം നമ്മളപ്പോൾ ആസ്വദിക്കുന്നു. അതാണ് നമ്മളുടെ ആസ്വാദനം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതിനൊന്ന് അനലൈസ് ചെയ്താലോ, ശാസ്ത്ര രീതിയിൽ ഇതിനെ സമീപിച്ചാലോചിച്ച് നോക്കൂ. ഇതെന്താണ് ആകാശത്ത് ഇപ്പോൾ ചുവപ്പ് നിറമായത്, നീല നിറം എങ്ങോട്ടാണ് പോയത്, എന്തായിരിക്കും? അതിൻ്റെ ഘടകങ്ങൾ വേർതിരിക്കാൻ ശ്രമിച്ചാൽ അത് ഭയങ്കര ബോറായിരിക്കും. എല്ലാ കാര്യത്തിനും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഘടകങ്ങളെ അനലൈസ് ചെയ്യുന്ന പണിയാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ബോറായിരിക്കും. അതിൻ്റെ സൗന്ദര്യാത്മകമായിട്ട് അവതരിപ്പിക്കാൻ തീർച്ചയായിട്ടും വാസുമാഷക്കും ഇക്മത്തുള്ള മാഷൊക്കെ ആയിരിക്കും സാധിക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. എഡ്യൂക്കേഷണൽ തിയേറ്റർ അല്ലെങ്കിൽ തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ, അതിലെ 2 ടേം നേരത്തെ ലത്തീഫ് സാർ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ തിയേറ്റർ അല്ല, ഒന്നുകിൽ തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ തിയേറ്റർ എന്ന ടേമിലാണ് ഈ 2 കാര്യങ്ങൾ അറിയപ്പെടുന്നത്. തിയേറ്റർ എന്ന് പറയുന്ന ടേമും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടേമിനെയും നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ടാണ് ആദ്യം ഇതിനെ മനസ്സിലാക്കേണ്ടത്. തിയേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി നാടകമല്ല. അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ നമ്മൾ ആദ്യം നീക്കേണ്ടത്. നാടകമാവണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചേരാനുണ്ട്. അതിലെ നേരത്തെ വാസുമാഷ് പറഞ്ഞ പോലെ സംഗീതം, നൃത്തം, നാടകം, സംഭാഷണം, അഭിനയം, അതിൻ്റെ സ്പേസ്, കുറേ കാര്യങ്ങൾ ചേർന്നൊരു യൂണിവേഴ്സാണ് ആക്ച്വലി തിയേറ്ററിൽ നിന്ന് നാടകത്തിലേക്ക് നീക്കുന്നൊരു സാധനം. നാടകമാവുന്നതിൻ്റെ മുൻപത്തെ അവസ്ഥകളെയാണ് നമുക്ക്, അതുകൊണ്ട് അവസ്ഥകൾ കൂടി ചേർന്നതാണ്, നാടകം മാത്രമല്ല നാടകമായിത്തീരുന്നത് കൂടി ചേർന്നതാണ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇനി എഡ്യൂക്കേഷൻ, ഇപ്പോൾ നാസർ സാർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരാൾ പഠിക്കുകയല്ല എന്നത്. ഇപ്പോൾ നമ്മൾ കേവലക്രിയ പഠിക്കുക എന്നതാണ്, അതിൻ്റെ പ്രയോജനക്രിയ പഠിപ്പിക്കുക എന്നതാണ്. ഓടുക എന്നതൊരു കേവലക്രിയയാണ്, ഓടിക്കുക എന്ന് പറയുന്നത് പ്രയോജനക്രിയയാണ്. എങ്ങനെയാണ് നമ്മൾ ഒരാൾ ഓടിക്കുക? ഒരാളെങ്ങനെ ഓടിക്കുക? എങ്ങനെ? വടിയെടുത്ത് അടിക്കാം, അപ്പോൾ ചിലപ്പോൾ ഓടാം, അല്ലെ പേടിപ്പിക്കാം, അല്ലെങ്കിൽ നായൊക്കെ ആണെങ്കിൽ കല്ലെടുത്ത് ഓടിക്കാം. അതേപോലെ പഠിപ്പിക്കുക എന്ന് പറയുന്ന പ്രയോജനക്രിയ എങ്ങനെ നടക്കുന്ന ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഒരാളുടെ തലയിൽ നമുക്കിങ്ങനെ ഒരു കമ്പെടുത്ത് കുത്തി നിറച്ച് കൊടുക്കാൻ പറ്റുമോ? അല്ലെ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പോലെ പാർന്നു കൊടുക്കുക എന്നല്ല, പകർന്നു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോജനക്രിയയില്ല. പകരം ഒരു പ്രേരകമാവുക എന്നത് മാത്രമേ നടക്കുള്ളൂ. പഠിക്കുക എന്നത് ഒരു കുട്ടിയിൽ സ്വാഭാവികമായി നടക്കേണ്ട കാര്യമാണ്. പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനമേ ഇല്ല. പഠിക്കാൻ പ്രേരകമാവുക, പഠിക്കാൻ സഹായിക്കുക എന്നത് മാത്രമേ അതുകൊണ്ട് നിലനിൽക്കുള്ളൂ. അതിൽ തന്നെ ഓരോ പ്രായത്തിനും വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്. അതാണ് നേരത്തെ മാഷ് പറഞ്ഞ 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. ആ വ്യത്യാസത്തെ ബയോളജിക്കലി പരിശോധിച്ച് നോക്കിയാൽ ഒരാൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി എത്തുന്നത് 18ാമത്തെ വയസ്സിലാണെന്നാണ് പറഞ്ഞത്.
അത് പ്രീഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിലെ ഭാഗത്തിൻ്റെ വികാസം സംഭവിക്കുന്നത് 18ാമത്തെ വയസ്സിലാണ് അത്ര. അതുകൊണ്ടാണ് 18 വയസ്സ് വരെ കുറ്റം ചെയ്യുന്ന ആളുകളെ നമ്മൾ കുറ്റവാളികൾ എന്ന് പോലും വിളിക്കാത്തത്. അവരെ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത്തരത്തിൽ 18 വയസ്സായ കുട്ടികൾ കുറ്റം ചെയ്താൽ അവരുടെ ഫോട്ടോ ഒന്നും പത്രത്തിൽ വരില്ല, അവരെ കോടതിയിൽ ഹാജരാക്കില്ല, ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനിൽ മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ. അവർക്ക് കെയർ ഹോമുകളാണ്. നേരത്തെ ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ വിളിച്ചിരുന്നു. അതുപോലും പിന്നീട് ഉള്ള ആലോചനകളിൽ നിന്ന് മാറിയിട്ട് കെയർ ഹോം, കെയർ കൂടുതൽ കിട്ടേണ്ട ഒരു പ്രായമാണ് 18ാമത്തെ വയസ്സെന്ന് പറയുന്നത്. അപ്പോൾ 18 വയസ്സ് വരെയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമായി മാറിയിട്ടില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 എത്തുമ്പോഴായിരിക്കും നിങ്ങൾ സ്വയം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുക. അതിന് മുമ്പൊക്കെ വേറെ ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ പഠിക്കുക എന്ന് പറയുന്ന സാധനം. അപ്പോൾ പഠിക്കുക എന്ന് പറയുന്നത് ആവശ്യമല്ലാത്ത ഒരാളെ പഠിക്കാൻ സഹായിക്കണമെങ്കിൽ അതിന് ചില രീതിശാസ്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിലെത്തുമ്പോൾ അവർ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള അല്ല പഠിക്കണം. ഇപ്പോൾ എമർജിങ് അഡൽട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. 21 വയസ്സാണ് അത്ര ഇപ്പോൾ പ്രീഫ്രണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യാനുള്ള. അതായത് 21 വയസ്സായ കുട്ടികൾക്ക് പോലും സ്വയം പഠിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ഇപ്പോൾ നിങ്ങളുടെ അനുഭവം വെച്ചിട്ട് അത് വയസ്സ് കൂട്ടേണ്ടി വരുമെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എമർജിങ് അഡൽട്ടിൻ്റെയും പ്രായം വർദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരെ പഠിപ്പിക്കാനായിട്ടുള്ള രീതിശാസ്ത്രത്തിന് പറയുന്ന പേരാണ് പെഡഗോജി എന്ന് പറയുന്നത്. ഈ പെഡഗോജിയാണ് നമ്മൾ TTC, DLED, B.Ed എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പഠിക്കുന്ന സയൻസ്. അത് ഹയർ സെക്കൻഡറി വരെ മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെഡഗോജി ഉള്ളത്. ഹയർ എഡ്യൂക്കേഷനിൽ അങ്ങനെ ഒരു ട്രെയിനിങ്ങോ അത്തരം കോഴ്സുകളൊന്നും ഇല്ലാത്തത് അവിടെ ആൻഡ്രഗോജി, അതായത് പഠനത്തെക്കുറിച്ച് സ്വയം തീരുമാനമെടുത്ത് വരുന്ന ആളുകളാണ് എന്നതുമാണ്. അപ്പോൾ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളെ കുട്ടി പോലും അറിയാത്ത രീതിയിൽ എങ്ങനെയാണ് പഠിക്കാൻ സഹായിക്കുക, ഈ ആലോചന ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആലോചനയാണ്. ഈ ആലോചനയ്ക്കിടയിൽ വന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഏതാണ്ട് 1965 ഈ ചിന്ത ഉണ്ടായിട്ടുണ്ടെന്നാണ് ജാക്സൺ എന്ന് പറയുന്ന ഒരാളുടെ അദ്ദേഹത്തിൻ്റെ യൂസ് ഓഫ് തിയേറ്റർ ഇൻ ലേണിംഗ് എന്ന് പറയുന്നൊരു പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു വാദം. പക്ഷെ നമ്മളിങ്ങനെ പരിശോധിച്ച് പോയാൽ നമ്മൾ കാണാൻ പറ്റുക, തിയേറ്ററിനെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരാൾ വയോല സ്പോളിൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. 1963 അവരുടെ പുസ്തകം ഇറങ്ങുന്നുണ്ട്, വയോല സ്പോളിൻ്റെ. അവർ ഇംപ്രൊവൈസേഷണൽ തിയേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഏതാണ്ട് 16ാം നൂറ്റാണ്ട് മുതലേ ഉള്ളതാണ്. അന്നതൊരു കോമഡി പരിപാടിയായിരുന്നു. ഒരാൾ സ്റ്റേജിൽ വരുന്നു, അയാൾ എന്തെങ്കിലുമൊക്കെ തമാശ പറയുന്നു. ആ തമാശ ഇപ്പം നമ്മൾ ചാക്യാർ കൂത്തിൻ്റെ ഒക്കെ വേറൊരു രൂപം. അതായത് ഈ ചാക്യാർ മാത്രം തമാശ പറയല്ല, സദസ്സിലുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് മറുപടി അപ്പം ഉണ്ടാവുകയൊക്കെ ചെയ്യാം. അത്തരത്തിലുള്ള ഒരു കോമഡി തിയേറ്റർ, ഇംപ്രൊവൈസേഷണൽ തിയേറ്റർ എന്ന രീതിയിൽ ലോകത്താകമാനം ഉണ്ടായിരുന്നു. ഇതിനെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് വയോല സ്പോളിൻ നടത്തിയത്. അവർ ടീച്ചറെ കണ്ടിരുന്നത് സൈഡ് കോച്ച് എന്ന പേരിലായിരുന്നു. പുറത്ത് നിന്നുകൊണ്ട് കുട്ടികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരാളായിട്ട് ടീച്ചർ മാറുക. എന്നിട്ട് അവർ കുറേ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു. അവരുടെ ഒരു ആക്ടിവിറ്റി മിറർ എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി സൈഡ് കോച്ചിൽ അവർ കൊണ്ടുവന്നു. അതായത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ 2 പേർ നിൽക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വലത്തെ കൈയാണ് ഉയർത്തുന്നതെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇടത്തെ കൈയായിരിക്കും ഉയർത്തേണ്ടി വരിക. ഈ ഒരു സ്പേസ് കോർഡിനേഷൻ കുട്ടികൾ അങ്ങനെ പഠിക്കുന്നു. പിന്നെ ഗബ്ബിഷ് ലാംഗ്വേജ്, അത് അവരുണ്ടാക്കിയൊരു ലാംഗ്വേജാണ്. ഒരു അർത്ഥമില്ലാത്തൊരു വേർഡ് പറയുന്നു, അതിന് വേറെ കുട്ടികൾ അർത്ഥം പറയുന്നു. അതുപോലെ സ്പേസ്, അങ്ങനെ ഒരു പേര് കറക്റ്റ് ഞാൻ പലപ്പോഴും പേരുകൾ ഓർക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് എഴുതി വയ്ക്കുന്ന പാർട്സ് ഓഫ് ഹോൾ, അതായിരുന്നു അവരുടെ ഒരു രീതിയുടെ പേര്. ഒരു ഹോളിൽ എങ്ങനെയാണ് എൻ്റെ പാർട്ട്, ഞാൻ എൻ്റെ രൂപം. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും നിൽക്കേണ്ടത് അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ആ സൊസൈറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോവുക. നിങ്ങൾ വെറുതെ എവിടെയാണ് ഒരു തിയേറ്റർ ലെവൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പം നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പം എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ റോൾ അല്ലെങ്കിൽ എൻ്റെ അഭിനയം എന്ന് പറയുന്നത് ഞാനൊരു യാത്രക്കാരൻ എന്ന റോളിലാണ് അഭിനയിക്കേണ്ടത്. ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാൻ അധ്യാപകൻ, കോളേജിലെത്തുമ്പോൾ ഞാൻ അധ്യാപകൻ എന്ന റോളിലേക്ക് മാറും. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എല്ലാ സമയത്തും. ഞാൻ വരുമ്പോൾ ബസ്സിന് വല്ല അപകടവും പറ്റിയാൽ ഒരു വാർത്ത സങ്കല്പിച്ച് നോക്കുക, വാഹന അപകടം, യാത്രക്കാരന് പരിക്ക് എന്ന് പറയാം അല്ലേ. ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നതിനിടയ്ക്ക് വല്ലതും സംഭവിച്ചാൽ അധ്യാപകൻ സംസാരിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചില്ല, കൊല്ലല്ലേ, പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പ് നമുക്ക് മരിച്ചാലേ സമാധാനമുള്ളതുണ്ട്. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി അധ്യാപകൻ എന്ന് മാറുന്നത് കൊണ്ടാണ് സംസാരിക്കുന്നതിനിടെ ഷെരീഫ് എന്ന പേരിൻ്റെ മുകളിൽ അധ്യാപകൻ എന്ന പേര് നിൽക്കുന്നത്. ഇവിടെ ഞാൻ
ഒന്ന് തിരിച്ച് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ബസ്സിൽ പോരുമ്പോൾ 1.5 മണിക്കൂർ യാത്രയുണ്ട്, ഞാൻ ഒരു അധ്യാപകനാണ്, ഇവിടെ കുറേ ആൾക്കാർ 1.5 മണിക്കൂറോളം വെറുതെ ഇരിക്കുകയാണ്, ഒരു സെഷൻ അങ്ങ് എടുത്താലോ, ഒരു ക്ലാസ് അങ്ങ് എടുത്താലോ, ഞാൻ ബസ്സിൻ്റെ മുമ്പ് പോയിട്ട് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നത് സങ്കല്പിച്ച് നോക്കും. അപ്പോൾ എല്ലാവരും പറയാം, കണ്ടാൽ പറയൂല കേട്ടോ, ചിലർ പറയും പഠിച്ച് മറിഞ്ഞതാണെന്നൊക്കെ അല്ലേ. അപ്പം ഞാൻ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എൻ്റെ സ്പേസിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിൻ്റെ ഏതോ ഒരു എഴുതപ്പെടാത്തൊരു സാധനമുണ്ട്. അത് ടീച്ചറാവുമ്പോൾ ഞാൻ ബസ്സിലിരിക്കുന്ന പോലെ ഇരുന്നാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഏതാ കേസ്? ഈ ഒരു മാറ്റം നമ്മളെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം തിയേറ്റർ ആക്ടിവിറ്റീസ് പറ്റുമെന്നതാണ് വയോല സ്കൂളിൽ മനസ്സിലാക്കിയത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നേരത്തെ വാസുമാഷ് പറഞ്ഞതുപോലെ തന്നെ 3 വയസ്സുവരെയുള്ള കുട്ടിക്ക് യാതൊരു ചമ്മലും പ്രശ്നമൊന്നുമില്ല. അല്ല 6 വയസ്സുവരെയുള്ള കുട്ടിക്ക്, ആ കുട്ടി എവിടെയും കയറി പാട്ട് പാടാൻ പറഞ്ഞാൽ പാടും. നിങ്ങൾ പ്രായം കൂടും തോറും നിങ്ങളുടെ പെർഫോമൻസ്, അത് കഴിവുള്ള ആളുകളാണെങ്കിൽ പോലും പെർഫോം ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. നമ്മൾ ഈ ചമ്മൽ, ഉളുപ്പ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഈ തോന്നലൊക്കെ ഉയരും തോറും ഉണ്ടാവുക ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്ലോക്കായിട്ട് കിടക്കുന്ന ഒരു സാധനം. അപ്പോൾ എൻ്റെ ഒരു സ്പേസ് എവിടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പെർഫോമൻസിൻ്റെ ബ്ലോക്ക് ഉണ്ടാവില്ല. ഇതായിരുന്നു വയോല സ്പോളിനെ അവതരിപ്പിച്ച്. ഈ ഒരു സാധനത്തെ ആ കാലഘട്ടത്തിൽ തന്നെ പല ആളുകളും സ്വീകരിക്കുകയും ഒരു ചെറിയ, അതായത് മൊത്തം എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടല്ലാതെ പുറത്ത് ഇതിൻ്റെ ഒരു ചിന്ത ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്തു. ഈ സമയത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ള ചില ചർച്ചകൾ വരുന്നത്. പെഡഗോജിയുടെ തത്വം എന്തായിരിക്കണം. അപ്പോൾ ഈ ബെഞ്ചമിൻ എസ് ബ്ലൂമിനെ പോലുള്ള ആൾക്കാർ അറിവ് നേടൽ മാത്രമല്ല വിദ്യാഭ്യാസം എന്നൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ആ കാഴ്ചപ്പാട് ഇത്രയും കാലമായിട്ടും മാറിയിട്ടില്ല എന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തിയററ്റിക്കലി ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയും. അറിവ് നേടുക, നേടിയ അറിവിനെ പരീക്ഷിക്കുക, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുക, അടുത്ത അറിവിലേക്ക് പോവുക എന്ന ഒരു രീതിയാണ് നമ്മളിപ്പോഴും കൊണ്ടുവരുന്നത്. 1960കളിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് നോളജ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കണം. കുട്ടിയിൽ മാറ്റം വരണം എങ്കിൽ ആ കുട്ടിയുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ സാധിക്കണം. മനോഭാവത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവുക. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോൾ മലയാളത്തിലെ മാസ്റ്റേഴ്സാണ്, മാസ്റ്റർ ഇൻ ആർട്സ് ഇൻ മലയാളം എന്നാണ് MA മലയാളം എന്ന് പറഞ്ഞാൽ. അപ്പം മലയാള ഭാഷയിലെ തലതൊട്ടപ്പൻ, അതാണല്ലോ മാസ്റ്റർ എന്നതിൻ്റെ മലയാളം അല്ലേ. ഞങ്ങൾ MSc കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി എന്ന രസതന്ത്രശാസ്ത്രത്തിൻ്റെ തൊട്ടപ്പനോ തൊട്ടപ്പത്തി എന്നത് അങ്ങനെ ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിർത്താം. അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ തലതൊട്ടപ്പയായ ആളോട് നിങ്ങൾ സയൻസിൽ എന്താ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക? അല്ലെങ്കിൽ നമ്മളെന്താ എഴുതുന്നത്? ഇപ്പം ഈ നമ്മളൊരു മലയാള സാഹിത്യത്തിലെ തലതൊട്ടപ്പ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ നിങ്ങൾ സാഹിത്യത്തിന് എന്ത് സംഭാവന നൽകിയെന്ന് ചോദിച്ചാലോ, നമ്മൾ പുസ്തകത്തിലുള്ളത് വായിച്ചു, നമ്മുടെ നോളജ് ലെവലിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. നമ്മുടെ പെർഫോമൻസ് ലെവലിൽ ഒരു മാറ്റവും വരുന്നില്ല. മാഷ് പണ്ടേ പറയുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം പഠിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ളൂ. ഈ ഒരു കാര്യത്തിന് മാറ്റം വരണം എന്നത് വളരെ മുമ്പേ ആലോചിച്ചതാണ്. തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത നോളജ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഈ 3 ഘട്ടമുണ്ട്. അറിഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് മനോഭാവത്തിലേക്ക് വളരുകയും മനോഭാവം നമ്മളുടെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റത്തിലും മാറ്റമുണ്ടാവുകയും ചെയ്യുക. ഇപ്പോൾ നമ്മളെല്ലാ കുട്ടികളും, കേരളത്തിലെ മുഴുവൻ കുട്ടികളും സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന സാധനമാണ്. കേരളത്തിൽ 44 നദികളുണ്ട്. കണ്ടോ, ഉത്തരം കിട്ടി അല്ലേ? 44 നദികളുണ്ട്. ഈ 44 നദികളിൽ 3 മാത്രം കിഴക്കോട്ടും ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. ഇത് നമ്മുടെ നോളജ് ലെവലിലുള്ള കാര്യമാണ്. എന്തിനാണ് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ, നദിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. പടിഞ്ഞാറ് എന്താ ഉള്ളതെന്ന് ചോദിച്ചാലും നമുക്കറിയില്ല. നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് നമുക്കറിയില്ല. നമ്മൾ അറബിക്കടലിൻ്റെ ഓരത്താണ് നിൽക്കുന്നത് എന്നും കേരളത്തിൻ്റെ ഒരു ഭാഗം പടിഞ്ഞാറ് കടലാണ് എന്നും നമ്മൾ വേറെ സ്ഥലത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കടലിലേക്ക് വെള്ളം ഒഴുകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മാത്രവുമല്ല, എല്ലാ ജൂൺ 5-ാം തീയതിയും എല്ലാവരും ഒത്തുകൂടുകയും ചെടി നടുകയും അടുത്ത ജൂലൈയിലോ ഓഗസ്റ്റിലോ അത് പറിച്ചു കളയുകയും ചെയ്യുന്ന ഭയങ്കര പരിസ്ഥിതി ബോധം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്രീൻ ബയോസ്ഫിയർ എന്ന് പറയുന്ന പച്ചപ്പുണ്ടാക്കുന്ന ഓക്സിജനെ കുറിച്ചാണ്.
അതേപോലെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു ബ്ലൂ ബയോസ്ഫിയർ ഉണ്ട്. വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ വരുന്നുണ്ട്, കടലിൽ നിന്ന് ധാരാളമായി ഓക്സിജൻ കരയിലേക്ക് വരുന്നുണ്ട്. കടൽക്കരയിൽ നമ്മൾ പോയി ഇരിക്കുമ്പോൾ നമ്മൾ ഉന്മേഷമുള്ളവരായി തീരുന്നത് ആ ഓക്സിജൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. കാട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഉന്മേഷം തന്നെ കടൽക്കരയിൽ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പം ഗ്രീൻ ബയോസ്ഫിയർ പോലെ തന്നെ ബ്ലൂ ബയോസ്ഫിയറും നമ്മളുടെ ഈ ബ്രൗൺ ബയോസ്ഫിയറും ഒക്കെ നമ്മളുടെ ഈ പരിസ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പുഴ കടലിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാൻ കഴിയൂ എന്ന മനോഭാവം കുട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാൾ പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുമ്പോൾ ഇത് ഞങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്, ഇത് ഞങ്ങളുടെ വായുവാണ്, ഞങ്ങളുടെ ദൈവമാണ് എന്ന തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാവുമായിരുന്നു. അതിന് പകരം നമ്മൾ നോവലിൽ മാത്രം കൊടുത്തു. കുട്ടിയുടെ ബിഹേവിയറിൽ മാറ്റം വരാത്തത് കുട്ടിയുടെ മനോഭാവത്തിലേക്ക് നമുക്കൊന്നും കൊടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ടാണ്. ആ ആലോചനക്കുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഡൊറോത്തി ഹീത്ത്കോട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പുതിയ കൺസെപ്റ്റിൻ്റെ തിയേറ്ററിനെ ക്ലാസ് റൂമിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാൻറ്റിൽ ഓഫ് എക്സ്പേർട്ട് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അവതരിപ്പിച്ചു. ഈ മാൻറ്റിൽ ഓഫ് എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഈ ടീച്ചർ ഒരു എക്സ്പേർട്ടായിട്ട് നിൽക്കുന്നു. ആ ടീച്ചർ തന്നെ ഒരു 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 നടനോ നടിയോ ആയിട്ട് മാറിയിട്ട് കുട്ടികളെ, നേരത്തെ ഇംപ്രവൈസേഷൻ തിയേറ്ററിൻ്റെ വേറൊരു രീതി തന്നെ ഉപയോഗിച്ചു, കുട്ടികൾ അതിൽ ഭാഗഭാക്കായിട്ട് മാറും. ഇത് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിൻ്റെ തിയററ്റിക്കൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനെ കാണുന്ന ഭംഗി പോയി പോകും. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ കുട്ടികൾ ക്ലാസ് എടുത്ത് കാണിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ജനലിനുള്ളിലൂടെ പാർത്ത് നോക്കി മാർക്ക് ഇടുക എന്നാണ് ഞങ്ങളതിന് പറയാറ്. ജനലിനുള്ളിലൂടെ ക്ലാസ് കാണുന്നു. ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥത ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് കാണുമ്പോൾ തൊട്ടപ്പുറത്ത് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സാണ് നടക്കുന്നത്. ആ കുട്ടി അവതരിപ്പിക്കുന്ന ടോപ്പിക് പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ വിപണന തന്ത്രങ്ങൾ എന്നാണ്. എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലേക്ക് പോയിട്ട് നേരെ ക്ലാസ് കയറി ഗുഡ് മോർണിംഗ് ഇല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ഇല്ല, പിന്നെ ഇരിക്കാൻ പറയാറില്ല. ഈ പൊതുവേ നിങ്ങൾ TTC കഴിഞ്ഞവർക്ക് അറിയാം, എല്ലാ ലെസൺ പ്ലാൻ്റെ തുടക്കത്തിലുണ്ടാവുക കുശലാന്വേഷണത്തോടെ തുടങ്ങുന്നതെന്ന്. ഇതെന്താ കുശലാന്വേഷണം എന്ന് അങ്ങോട്ട് ചോദിച്ചാൽ കുട്ടികൾക്കും പറയാൻ മറുപടി ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ കുശലാന്വേഷണം ഒന്നുമില്ല. അയാൾ ഒരു ഡമ്മി മൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മൈക്കിൻ്റെ മുകളിലൊരു ചാനലിൻ്റെ ഒക്കെ കാണാറില്ല, അങ്ങനെ റിപ്പോർട്ടർ മറ്റൊക്കെ പോലെയുള്ള അതുപോലെ ഒരു ചാനലിൻ്റെ ഒരു ഡമ്മി മാർക്കുണ്ട്. ഇയാൾ നേരെ വന്നിട്ട് ഹായ് അരുൺ കേൾക്കാമോ, ഒരു സാധനം തലയിൽ വെച്ചിട്ടുണ്ട്, ഹായ് അരുൺ കേൾക്കാമോ, ഞാനിപ്പോൾ മിഠായിത്തരയിലാണ് നിൽക്കുന്നത്, ഭയങ്കര കച്ചവടക്കാരാണ്, ഒരുപാട് തിരക്കാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ മൈക്കിൽ ഭയങ്കര സംസാരം. കുട്ടികൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇയാൾക്ക് ഭ്രാന്തായതാണോ, ഞങ്ങൾക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇയാളിങ്ങനെ പറയണം, ഇത് ഇവിടെ ഒരു നല്ല ഒരു സാധനം വിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിരിക്കുകയാണ്, ഞാൻ അവരോട് സംസാരിക്കുക, അവർ കണ്ടോ ഈ അവരുടെ കയ്യിലുള്ള ഉടുപ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നിന് പകരം ഒന്ന് കൊടുക്കാമെന്നാണ് പറയുന്നത്, എന്താ നിങ്ങൾക്ക് തോന്നുന്നു ചോദിച്ചു. ഈ മൈക്ക് നേരെ ഒരു കുട്ടിയിൽ കൊടുക്കുന്നു. കുട്ടി നേരെ ഞങ്ങൾ ഇവിടെ ഒരു ഉടുപ്പ് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഉടുപ്പ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്, നിങ്ങളൊരു ഉടുപ്പിൻ്റെ പണം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കുട്ടി തന്നെ അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് അയാൾ വേറൊരാളുടെ അടുത്ത് പോയപ്പോൾ ഇത് ഈ നമ്മളുടെ സ്കൂളിലെ അപ്പോൾ കുട്ടി തന്നെ പറയാം, ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ അടക്കം ഈ ഡ്രസ്സാണ് ഇടുന്നത്, അതുകൊണ്ട് അവൻ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു സാധനം അവതരിപ്പിച്ചു. എന്നിട്ട് ഇയാൾ അത് കഴിഞ്ഞ് മൈക്ക് മാറ്റി വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഇവിടെ എന്തൊക്കെയാണ് ഓരോ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒന്നിന് പകരം ഒന്ന് ഫ്രീ, അതായത് ഓഫർ ഒരു വിപണന തന്ത്രമാണ്. ടെസ്റ്റിമോണിയൽസ്, മോഹൻലാൽ ഉപയോഗിക്കുന്ന ചായ, അതേപോലെ പ്രിൻസിപ്പാൾ ഉപയോഗിക്കുന്ന കുപ്പായം, ടെസ്റ്റിമോണിയൽ ഒരു വിപണന തന്ത്രമാണ്. പ്രൊപ്പഗാൻഡ ഒരു വിപണന തന്ത്രമാണ്. ആ ക്ലാസ്സിലെ കുട്ടികൾ ഒരിക്കലും ആ കാര്യം മറന്നു പോവുകയില്ല. ഇതാണ് മാൻറ്റിൽ ഓഫ് എക്സ്പേർട്ട് എന്ന് പറയുന്ന ഒരു രീതിയുടെ ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നീട് ഈ മാൻറ്റിൽ ഓഫ് എക്സ്പേർട്ട് പോലെയുള്ള കാര്യങ്ങൾ വന്ന ശേഷമാണ്, ആ ഒരു സമയത്ത് തന്നെയാണ് ബ്രസീലിൽ നേരത്തെ ഇക്മത്തുൽ സാർ പറഞ്ഞ ഓഗസ്റ്റോ ബോളിൻ്റെ ഒരു ഉദയം ഇതിലുണ്ടാവുന്നത്. ഓഗസ്റ്റോ ബോൾ തിയേറ്റർ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഒരു പിന്നിൽ തന്നെ ഒരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഈ ഒപ്രസേഴ്സ് ഉണ്ടാവുന്നത് കൾച്ചർ ഓഫ് സൈലൻസ് ഉണ്ടാവുന്നിടത്തുനിന്നാണെന്നതാണ് ഒരു പ്രധാനപ്പെട്ട, അതായത് ഫ്രെയർ തന്നെ അവതരിപ്പിച്ച ഒരു ടേം അതാണ് കൾച്ചർ ഓഫ് സൈലൻസ്. നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളിൽ ഉണ്ടാക്കുന്നതൊക്കെ ഈ കൾച്ചർ ഓഫ് സൈലൻസ് ആണ് എന്ന ബോധത്തിൽ നിന്നാണ് ഒപ്രസേഴ്സ് ഇല്ലാതാവണമെങ്കിൽ പ്രാക്സിസ്, ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിന് അദ്ദേഹം വിളിച്ച പേരാണ് പ്രാക്സിസ്, ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് പൗലോ ഫ്രെയർ അവതരിപ്പിച്ചൊരു തിയറി ഉണ്ടായിരുന്നു.
അതായത് നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും ചോദിക്കരുത്. ഇപ്പം പൊതുവേ ക്ലാസ് റൂമിലൊക്കെ ഉള്ള ഇപ്പോഴും ഈ ഒരു 2025 ക്ലാസ് റൂമിലെ രീതി അതാണല്ലോ. അധ്യാപകൻ ഒരു വലിയ അധികാരിയെ നിൽക്കുകയും ആ അധികാരി പറയുന്നത് മുഴുവൻ കേൾക്കാൻ വിധിക്കപ്പെടുകയും ചെയ്യുക. ഈ ചെറിയ ക്ലാസ്സിൽ മുതൽ തന്നെ തുടങ്ങുന്ന ആദ്യത്തെ വാചകം മിണ്ടാതിരിക്കാൻ പഠിപ്പിക്കലാണ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. കലപില മിണ്ടുന്ന കുട്ടിയെ നന്നായി മിണ്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. പക്ഷേ സ്കൂളിലെത്തിയാൽ ആദ്യം കുട്ടി കേൾക്കുന്നത് മിണ്ടരുത് എന്നാണ്, സൈലൻസ് എന്നതാണ്. കുട്ടിയെ മിണ്ടാനാണ് നമ്മൾ അവിടേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ കോൺവെർസേഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കാത്തടത്താണ് ഈ ഒപ്രസേഴ്സ് ഉണ്ടാവുക, അടിച്ചമർത്തപ്പെടുന്നവരുണ്ടാവുക. ആ കൾച്ചർ ഓഫ് സൈലൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുള്ളൂ എന്ന ഫ്രെയറിൻ്റെ ചിന്തയിലേക്ക് ഓഗസ്റ്റോ ബോൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. അദ്ദേഹം തിയേറ്റർ ട്രൂപ്പുണ്ടാക്കി ബ്രസീലിലെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. അത് ഒപ്രസേഴ്സിൻ്റെ ശക്തി കൊടുക്കുക എന്നതായിരുന്നു ആ തിയേറ്ററിൻ്റെ, ആ നാടകങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ നാടകം കഴിയുന്നതോടുകൂടി നാട്ടുകാർ മുഴുവനും ഒരു പ്രതിഷേധമായിട്ട് ഉയരുകയും ഈ നാടകത്തിലെ ആൾ പിന്നെ ഫ്യൂഡൽ ജന്മി എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകാം. ജന്മം കൊണ്ട് ഫ്യൂഡലായിട്ട് തീർന്ന ആൾക്കാരോട് നാടകത്തിലുള്ള ആളുകൾ തോക്കിൽ വെടിവെക്കുന്നത് പോലെ അവർക്ക് വെടിവെക്കാനുണ്ട്, നിങ്ങൾ വരൂ, ഈ നാടകത്തിലെ നടന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജന്മിയെ കൊല്ലാനുണ്ട്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇവർ ഇത് ഡമ്മി തോക്കാണ്, ഇതുകൊണ്ട് ആരെയും കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നത് അവിടെ വിശ്വസിക്കാത്ത സമയത്താണ് ഇനി ഞാൻ നാടകം എഴുതുന്നില്ല എന്നൊരു ചിന്ത അടക്കം ഈ ഓഗസ്റ്റോ ബോൾ ഉണ്ടായി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അയാളുടെ അടുത്തൊരു ആലോചന, അങ്ങനെയാണ് എങ്കിൽ ഈ പ്രതിഷേധം, നാടകത്തിൽ നിന്നൊരു പ്രതിഷേധം ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രതിഷേധം ഉണ്ടാക്കാൻ ഈ നാടകത്തെ ഉപയോഗിച്ചൂടെ എന്നുള്ള ഒരു ആലോചന വരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഈ സ്പെക്ട് ആക്ടർ എന്ന് പറയുന്ന, അതായത് കാണികളെ ആക്ടേഴ്സാക്കി മാറ്റുന്നൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ ജോക്കർ ആൻഡ് സ്പെക്ടാക്ടേഴ്സ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൺസെപ്റ്റ്. ഈ നേരത്തെ പറഞ്ഞ മാരിൽ ഓഫ് എക്സ്പേർട്ട് പോലെ തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആളെ ജോക്കർ എന്ന് വിളിക്കുക. ജോക്കർ റമ്മി അല്ലെങ്കിൽ അത്തരം കളികൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി. അല്ലെങ്കിൽ ജോക്കറിന് എവിടെയും പോയി നിൽക്കും, ഏതും കുറവ് വന്നാൽ അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ജോക്കർ. അതേ കൺസെപ്റ്റിലാണ് അദ്ദേഹം നാടകത്തിലെ ജോക്കറിനെയും അവതരിപ്പിച്ചത്. എവിടെയാണോ ഒരു പോരായ്മ വരുന്നത് അതിൽ ഇടപെടാൻ പറ്റിയതായിരിക്കുന്ന ഒരാളായിട്ട് ജോക്കർ മാറും. അപ്പോൾ ഈ ജോക്കർ എന്ന് പറയുന്ന റോളിലേക്ക് ടീച്ചറെ മാറ്റാനുള്ള ശ്രമമാണ് പിന്നീട് ഈ എഡ്യൂക്കേഷണൽ തിയേറ്റർ. അതിൽ നേരത്തെ വാസുമാഷ് പറഞ്ഞ അല്ലെങ്കിൽ ഫോക്കസ് തിയേറ്റർ, പിന്നെ ന്യൂസ് പേപ്പർ തിയേറ്റർ, ഇമേജ് തിയേറ്റർ, ഈവൻ ലെജിസ്ലേറ്റീവ് തിയേറ്റർ വരെ ഏത് മേഖലയിലേക്കും തിയേറ്റർ ഇതേപോലെ ഒരു ജോക്കറിനെയും സ്പെക്ടാറ്റേഴ്സിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകാമെന്നുള്ള ചിന്ത വന്നു. ഈ ചിന്തയെ ക്ലാസ് റൂമിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നായിരുന്നു ഞാനും എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്ന ഒരു സാധനം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ്, എല്ലാ തരത്തിലുള്ള ബുദ്ധിയും. നേരത്തെ എനിക്ക് ഈ ഹവാർഡ് ഗാർഡനറോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം, ഞങ്ങളൊക്കെ ക്ലാസ്സിലെ ബുദ്ധി ഇല്ലാത്തവരായിരുന്നു. കാരണം അന്ന് കണക്കറിയുന്നവരൊക്കെ നല്ല ബുദ്ധി ഉണ്ടായിരുന്ന ആൾ. 3 കാര്യങ്ങളായിരുന്നു വേണ്ടത്: എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ആൾ, ഒരു കണക്ക് കൂട്ടാൻ അറിഞ്ഞുകൂടാത്ത ആൾ. ഇവർ 2 പേര് പുറത്തായിരുന്നു. അന്ന് ബുദ്ധിയുടെ മാനദണ്ഡമായിട്ട് വെർബൽ ഇൻ്റലിജൻസിനെയും മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിനെയും മാത്രമായിരുന്നു കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിയില്ല എന്നതിന് പകരം നമ്മളിപ്പോഴും പറയാറുണ്ട് ഓനൊരു എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ആളാണ്. എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്തവർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ചിന്തയിലാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ ഞാൻ പഠിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു താല്പര്യം തോന്നിയത്. ഇപ്പോൾ 10ാം ക്ലാസ് തോറ്റ സച്ചിൻ ടെണ്ടുൽക്കർ മാത്തമാറ്റിക്സിൽ ബുദ്ധിയില്ലെങ്കിലും അയാൾക്ക് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു എന്നും മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ് AR റഹ്മാൻ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓരോരുത്തരുടെയും ബുദ്ധി ഒരു മേഖലയിൽ മാത്രമല്ല, ആദ്യം 7 തരം പറഞ്ഞു, പിന്നെ 8 തരം പറഞ്ഞു, പിന്നീട് അത് 10 തരം ബുദ്ധിയിലേക്ക് അദ്ദേഹം വളർത്തിക്കൊണ്ടുപോയൊരു തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. അതിൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ബോഡിയിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉണ്ട്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ട്. ഇപ്പോൾ സുകുമാർ അഴീക്കോടിനുണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന ബുദ്ധിതലം എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ആയിരിക്കും. അതേസമയം ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം എക്സ്റ്റൻഷനലിസ്റ്റിക്, അതായത് അസ്തിത്വപരമായ ബുദ്ധിയായിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ എല്ലാ തരം ബുദ്ധികളെയും പരിഗണിക്കാവുന്ന ഒരു ടൂൾ എന്ന നിലക്ക് നമുക്ക് തിയേറ്ററിന് ഉപയോഗിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ ലാംഗ്വേജ് വേണം, സംഭാഷണം എഴുതുന്ന ആളുടെ. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് അല്ല, ഭാഷാപര ബുദ്ധിയുള്ള ഒരു കുട്ടി അറിയാതെ തന്നെ ആ സംഭാഷണം ഉണ്ടാക്കാൻ പറ്റും. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കുട്ടിക്ക് ആ നാടകത്തിലെ സംഗീതം ഒരുക്കാൻ പറ്റും. സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടിക്ക് ആ നാടകത്തിലെ സംവിധാനം ഒരുക്കാൻ പറ്റും. ഈ ആളുകളുമായിട്ട് ഇടപഴകാനും കാണികളെ കൂടി നമ്മളോട് കൂട്ടാനും ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് പറ്റും. അങ്ങനെ ഒരു നാടകം ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 നാടകം ഏതെങ്കിലും തീമിന് വെച്ചിട്ടാണ് ഒരു സ്കൂളിൽ കൊടുക്കുന്നതെങ്കിൽ എല്ലാ ഇൻ്റലിജൻസും കുട്ടിയിലുണ്ടാവും.
മാത്രമല്ല ആ കുട്ടിയുടെ ഉള്ളിലുള്ള ബ്ലോക്കുകൾ നീങ്ങിയിട്ട് കുട്ടിയിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അതോടൊപ്പം ഉണ്ടാവും. ആ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി തന്നെ കുട്ടി ഈ പറഞ്ഞ സമഗ്ര വികസനം എന്ന് പറയുന്ന ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന വികസനത്തിലേക്ക് കുട്ടിക്ക് എത്തിക്കാനും പറ്റും. ഈ ഒരു ആലോചനയാണ് തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എത്തി നിൽക്കുന്ന ഒരു ആലോചന. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ പറയുന്ന തിയേറ്റർ എന്ന് പറയുമ്പോഴേക്ക് തന്നെ നാടകമാണ് എന്നും നാടകം എന്ന് പറയുമ്പോൾ അതൊരു കളിയാണ് എന്നുമുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിനെ പ്രാക്ടീസ് ചെയ്ത ആളുകൾ എന്ന നിലക്കാണ് വാസുമാഷക്കും ഇക്മത്തുൽ മാഷക്കും ഇതിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക. എൻ്റെ ഒരു അനുഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇതിൽ ഈ എൻ്റെ ആദ്യത്തെ ഭാഷണം അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ ഈ തിയേറ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയിരുന്നു, ഒരു തിയേറ്റർ ആക്ടിവിറ്റീസിൻ്റെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടകം അവസാനമാണ് ഉണ്ടാവുക. നാടകം ഉണ്ടാകുന്നതിൻ്റെ മുൻപേ ഒരു അക്ഷരത്തിൽ നിന്ന് വാക്കിലേക്ക്, വാക്കിൽ നിന്ന് വാക്യത്തിലേക്ക്, വാക്യത്തിൽ നിന്ന് പാട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഞാൻ ആദ്യം കൊടുത്തിരുന്ന സാധനം അതായിരുന്നു. അതായത് കുട്ടികൾ ഒരു വാക്യം ഉണ്ടാക്കാൻ ഹയർ സെക്കൻഡറി ലെവലിലാണ് ചെയ്യുന്നത്. ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ മുഴുവനും പഠിപ്പിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. ഉള്ളറിവുകൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. എം വിജയമാഷയുടെ പാഠഭാഗവും ലാത്തിയും വെടിയുണ്ടയും എന്ന് പറയുന്ന ഒരു ലളിതാംബികാന്തരചന്ദ്രൻ്റെ പാഠഭാഗവും ഊഞ്ഞാൽ എന്ന് പറയുന്ന അദ്ദേഹം പാടിയത് കൊണ്ട് അങ്ങനെ ഓർമ്മ വരുന്നത്, വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാൽ എന്ന് പറയുന്ന കവിതയും ഈ 3 പാഠഭാഗങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതാ ഉപയോഗിച്ചിരുന്നത്. പാഠഭാഗങ്ങളെ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ടൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ടൂൾ ഈ പാഠഭാഗത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് കുട്ടികൾ എങ്ങനെയാണ് വാക്യം ഉണ്ടാകുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ടൂൾ ഉണ്ടാക്കി. ഒരു കുട്ടി ആദ്യം ഒരു വാക്ക് പറയുന്നു, അടുത്ത കുട്ടി വേറൊരു വാക്ക് പറയുന്നു, മൂന്നാമത്തെ കുട്ടി മൂന്നാമത്തെ വാക്ക് പറയുന്നു, നാലാമത്തെ ആൾ ഈ 3 വാക്കുകൾ ചേർത്തൊരു വാക്യമാക്കി മാറ്റുന്നു. അപ്പോൾ പരീക്ഷണം എന്ന രീതിയിൽ ഇത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഏത് വാക്കും വാക്യമാക്കി മാറ്റാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടികൾ അത്ര മിങ്കിളാവാത്തത് കൊണ്ട് നിർബന്ധിച്ചിട്ട് വാക്ക് പറയേണ്ടി വന്നു. അപ്പോൾ ആദ്യം ഒരു കുട്ടി പറഞ്ഞത് മല എന്നായിരുന്നു, രണ്ടാമത്തെ വാക്ക് മലയാളം എന്നായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കുടുങ്ങി. ഈ 2 വാക്ക് വെച്ചിട്ട് തന്നെ മൂന്നാമതൊരു വാക്ക് കൃത്യമായി വന്നിട്ടില്ലെങ്കിൽ ഇത് വാക്യാക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താ ഇപ്പം ചെയ്യുക. ഞാൻ വലിയ ആവേശത്തിൽ നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ വാക്യമാക്കാനാണ് ഞാൻ പോകുന്നത് എന്നുള്ളൊരു ആവേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു തന്ത്രം മാറ്റിയിട്ട് പറഞ്ഞു, മൂന്നാമത്തൊരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇതൊരു വാക്യമാക്കി അവതരിപ്പിക്കണം. ആർക്കാണ് പറ്റുകയെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിലൊക്കെ ഉള്ള നമ്മൾ പഠിപ്പിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന കുറേ കുട്ടികളുടെ മുഖഭാവമൊക്കെ ഭയങ്കര ആലോചനയിലായി. എന്തായിരിക്കും, ഞാനും കുറേ ആലോചിച്ചു. കാരണം ഇവരാരും പറഞ്ഞില്ല, ഞാൻ പറയണമല്ലോ. ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കും, നിങ്ങളിപ്പോൾ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരു ഇതായിരിക്കും. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്തായാലും ഈ പറയുന്ന ഞാൻ പ്രതീക്ഷയോടെ കണ്ടിരുന്ന എല്ലാ കാര്യത്തിലും ഇടപെടുന്ന കുട്ടികൾക്കും ഉത്തരം കിട്ടുന്നില്ല. അപ്പോഴാണ് അവിടെ ഋതു എന്ന് വിളിക്കുന്ന ഒരു പയ്യനുണ്ട്. ആ പയ്യനെ എല്ലാവരും ശ്രദ്ധിക്കുക. വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ചപ്രമുടിയാണ്, ഒരുപാട് മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. വീട്ടിൽ വളർത്തിയതിനെ കുറിച്ചല്ല, അത് ഒതുക്കി വെക്കൂല, ചീകി വെക്കൂല. അതിങ്ങനെ നമുക്ക് തന്നെ അസ്വസ്ഥത ഉണ്ടാകും കാണുമ്പോൾ. അങ്ങനെ താഴെ മാത്രം വടിക്കാതെ വെച്ചൊരു താടിയുണ്ട്. മൊത്തത്തിൽ ഒരു പ്രതിഷേധം അവൻ്റെ മുഖത്തിന്, നീ ആരടാ എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു ഭയങ്കര പ്രതിഷേധമാണ് അവൻ്റെ ഒരു മുഖത്തുണ്ടായിരുന്നത് ഋതുവിന്. അപ്പോൾ ഋതു പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഋതു ചാടി എണീറ്റ് പറഞ്ഞു, മലയോളം വളർന്ന് മലയാളം. എനിക്കെന്നെ ശ്വാസം കിട്ടിയത്. ഇവനത് പെട്ടെന്ന് കിട്ടിയപ്പോൾ അറിയാതെ ഈ പഠിപ്പിസ്റ്റുകളടക്കം കൈമുട്ടിപ്പോയി എന്ന് മാത്രമല്ല എല്ലാവരും ഋതുവിനെ കൊള്ള ഇവൻ ആരടാൻ. അപ്പോൾ ഋതുവിൻ്റെ ഒരു ഇരിപ്പുണ്ട്, ഇതൊക്കെ സിമ്പിളല്ലേ എന്നുള്ള. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ എല്ലാ ആക്ടിവിറ്റിയിലും മുന്നിൽ ചാടി നിൽക്കുന്ന ആൾ ഋതുവായി മാറി. ഋതു ഡയലോഗ് പറയുന്നു, സംഭാഷണങ്ങൾ ഇടപെടുന്നു. ഇതിങ്ങനെ വളരും തോറും ഋതുവും വളരാൻ തുടങ്ങി. മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഋതുവിൻ്റെ രൂപം മാറി. ഋതു മുടിയൊക്കെ മുറിച്ചിട്ട് ഭയങ്കര ചീകി ഒതുക്കിയിട്ട് പിന്നെ അന്നേരം കളിയാക്കുന്നുണ്ട്. ഋതു ഇപ്പം ലിപ്സ്റ്റിക് അടക്കം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ക്ലാസ്സിൽ പല അധ്യാപകരും മാറ്റി നിർത്തിയിരുന്നൊരു കുട്ടിയായിരുന്നു ഇത്. അവന് പെർഫോം ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരവസരവും ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവന് പഠിക്കുന്ന സയൻസിൽ അവനൊന്നും തിരിയാത്ത സാധനങ്ങൾ, അവൻ തന്നെ പറയുക, എനിക്കൊന്നും തിരിയാത്ത സാധനങ്ങളാണ് അവിടെ ഉള്ളത്. ആരുടെയൊക്കെ നിർബന്ധത്തിനാണ് അവൻ പഠിക്കാൻ വരുന്നത്. അവന് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വന്നു. ഞാൻ പിന്നെ എൻ്റെ ഓപ്പൺ ഡിഫൻസ് ഞാൻ ഋതുവിനെ കൂടി കൊണ്ടുവന്നിരുന്നു. എൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ തെളിവ് ഋതുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മാറ്റം നേരിട്ട് അനുഭവിക്കാൻ പറ്റിയതാണ് എനിക്ക്. ആ ഒരു മാറ്റത്തെ ഒരു തിയേറ്റർ, ഇപ്പോൾ നേരത്തെ
നേരത്തെ നാസർ മാഷ് പറഞ്ഞതുപോലെ തിയേറ്ററിനെ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന ബോധം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കും. കാരണം നമ്മൾ പലപ്പോഴും ഈ നേരത്തെ രതീഷിനെ ഞാൻ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, നമ്മളുടെ തിയറികളൊക്കെ യൂറോ കേന്ദ്രീകൃതമാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ നെയിൽസ് ആവട്ടെ, കൺസ്ട്രക്റ്റിവിസം ആവട്ടെ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആകട്ടെ, ഇതൊക്കെ റഷ്യയിലാണ് അത് ഉണ്ടായതെങ്കിൽ പോലും അതിനെ ലോകത്ത് അവതരിപ്പിച്ചത് യൂറോപ്യൻസാണ്. അവിടുത്തെ ഒരു കൾച്ചറിലേക്ക് ഏറ്റവും അനുയോജ്യമായ പല സിദ്ധാന്തങ്ങളുമാണത്. കാരണം അവിടെ 20 കുട്ടികളാണ് ക്ലാസ് റൂമിലുള്ളത്, പഠനത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. ഫിൻലാൻഡിൽ 1856 ഹോം ലൈബ്രറി, എല്ലാ വീട്ടിലും ലൈബ്രറി എന്ന് പറയുന്ന കൺസെപ്റ്റ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു, അതായത് പാരൻസ് അടക്കം അത്രയും ബോധമുള്ള ആൾക്കാരാണ്. പക്ഷേ അത്തരം രാജ്യങ്ങളിൽ വിജയിക്കുന്ന ഒരു തിയറിയെ ഇന്ത്യയിൽ കൃത്യമായിട്ട് വിജയിപ്പിക്കാൻ പറ്റില്ല. പ്രാദേശികമായ ചില സാധനങ്ങളുണ്ട്. യൂണിവേഴ്സൽ സ്വഭാവം ഉണ്ടാകുമ്പോൾ പോലും പ്രാദേശികമായാണ് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും നേരത്തെ പറഞ്ഞ കൺസ്ട്രക്റ്റിവിസത്തിന് പറ്റാതെ പോയതിൻ്റെ ഇരകളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ. കാരണം 60 കുട്ടികളുടെ ക്ലാസ് റൂമിൽ കൺസ്ട്രക്റ്റിവിസം എങ്ങനെ നടപ്പിലാക്കുമെന്നതിൽ ആശങ്കപ്പെടുന്ന അധ്യാപകനും മാർക്ക് പ്രധാനമാണ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയിൽ ഒരിക്കലും കൺസ്ട്രക്റ്റിവിസം പൂർണ്ണമായി നടപ്പിലാക്കാനേ പറ്റില്ല. എല്ലാ കുട്ടികളെയും ഒരൊറ്റ വരയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ സ്വഭാവമേ അല്ല. പക്ഷേ എനിക്ക് അനുഭവിക്കാൻ തോന്നിയത് ഈ തിയേറ്റർ ആക്ടിവിറ്റീസിനെ ക്ലാസ് റൂമിൽ കൊണ്ടുവരികയാണ് എങ്കിൽ പഠനം എന്ന് പറയുന്നത് കുട്ടിയിൽ തന്നെ രൂപപ്പെട്ടു വരുന്ന ഒരു നിർമ്മാണ പ്രക്രിയയായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് അംഗീകരിക്കപ്പെടുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. താങ്ക് യു. എഡ്യൂക്കേഷണൽ തിയേറ്ററുമായി ബന്ധപ്പെട്ട സൈദ്ധാന്തിക സങ്കല്പനങ്ങളെയാണ് മാഷ് അവതരിപ്പിച്ചതെങ്കിലും നിത്യജീവിതത്തിൽ നിന്നുള്ള നിരവധി ക്ലാസ് റൂം ഉദാഹരണങ്ങളിലൂടെയും അതുപോലെ തന്നെ ചരിത്രപരമായ അതിൻ്റെ അനുഭവ വികാസങ്ങളിലൂടെയും വളരെ രസകരമായി ഷെരീഫ് മാഷ് അത് അവതരിപ്പിക്കുകയുണ്ടായി. മാഷ് അറിയപ്പെടുന്ന ഒരു പബ്ലിക് സ്പീക്കർ കൂടിയാണ് എന്നുള്ളതൊരു പക്ഷേ നമ്മുടെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല. മണിക്കൂറുകൾക്ക് 10,000ങ്ങളുടെ വിലയുള്ള പബ്ലിക് സ്പീക്കറാണ് അദ്ദേഹം. നമുക്കിവിടെ ഫ്രീ ആയിട്ടാണ് അദ്ദേഹം വരുന്നതെങ്കിലും എന്തായാലും ഹിക്മത്തുള്ള സാറ് നമ്മളോട് കൂടെ ഉണ്ട്. അദ്ദേഹം നാടക പ്രവർത്തകൻ കൂടിയാണ്. ഈ സ്കൂളുകളിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ സ്കൂളുകളിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ് റൂം തിയേറ്റർ എന്നുള്ളതിനപ്പുറത്ത് ധാരാളം നാടകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശേഷം യുവജനോത്സവ നാടകങ്ങൾ എല്ലാ സ്കൂളുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യുവജനോത്സവ നാടകങ്ങൾ നമ്മുടെ കുട്ടികളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. വിശേഷിച്ചും അവരെ സോഷ്യലൈസ് ചെയ്യുന്നതിലൊക്കെ വലിയ ഇടപെടലുകൾ ഈ നാടക സംഘങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതായിട്ട് പലപ്പോഴും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു ചെറിയ ഗ്രൂപ്പിൽ മാത്രമേ സാധ്യമാവുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല എന്നൊക്കെയുള്ള പരാതികൾ അതിനപ്പുറത്തുമുണ്ട്. ഒരു സ്കൂളിനകത്ത് ഈ നാടകമെന്ന് പറയുന്ന ഒരർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ട്രീറ്റ് തിയേറ്ററൊക്കെ പോലെയുള്ള വളരെ വലിയ പ്രൊട്ടസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കൂടിയാണല്ലോ. ഇപ്പോൾ സഫ്ദർ ഹാഷ്മിയുടെയൊക്കെ ജനനാട്യ മഞ്ചൊക്കെ നടത്തിയിട്ടുള്ള നാടകങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും സ്പെക്ടേറ്റേഴ്സ്, കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന ആളുകൾ പോലും അറിയാണ്ട് തിയേറ്ററിൻ്റെ ഭാഗമായി പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക, അത്തരം പ്രൊട്ടസ്റ്റ് രൂപപ്പെട്ടു വരിക, അവ വലിയ ജനകീയ പ്രസ്ഥാനങ്ങളായിട്ട് അതിൽ നിന്ന് രൂപപ്പെട്ടു വരിക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനുഭവങ്ങൾ ജനനാട്യ മഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ സ്കൂളുകൾക്കകത്ത് അത്തരത്തിൽ ഈ സാമൂഹികമായ പ്രസക്തിയുള്ള, അല്ലെങ്കിൽ കുട്ടികളെ കുറേ കൂടി സാമൂഹ്യവൽക്കരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നാടകങ്ങളുടെ ഒരു സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് ഒന്ന് പറയാൻ ആണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 സംസാരങ്ങൾ നടന്നു, വളരെ പ്രയോജനകരമായിരുന്നു. ഇപ്പോൾ നാസർ മാഷ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ഥാപനത്തിൽ നാടകമോ മറ്റോ ചെയ്യാൻ പോകുമ്പോൾ പൊതുവേ, ഇപ്പം എൻ്റെ കാര്യമല്ല, ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പൊതുവെ ആളുകൾ പറയാം, ഈ കുട്ടി നന്നായി ഡാൻസ് ചെയ്യും, ഈ കുട്ടി നന്നായി പാടും, ഈ കുട്ടി നന്നായി മോണാക്ട് ചെയ്യും എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യപ്പെട്ട ചില കുട്ടികളുണ്ടാവും പൊതുവെ ഒരു സ്ഥലത്ത്. യഥാർത്ഥത്തിൽ ഈ നാടകീകരണം ഇവിടെ സംസാരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ അതൊരു ശരിയായ കാഴ്ചപ്പാടല്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ ആളുകൾക്കും ഇതിനുള്ള ശേഷിയുണ്ട്. ചെറുപ്പത്തിൽ നമുക്ക് എല്ലാതും മടി കൂടാതെ ചെയ്യാൻ പറ്റും. പക്ഷെ പിൽക്കാലത്ത് നമ്മൾ നമ്മുടേതായ ചില ഡിസിഷൻസ് എടുക്കുന്നു, പോകുന്നു എന്നുള്ളതൊക്കെയാണ് ശരിയാണ്. പക്ഷെ അതോടൊപ്പം ഈ കുട്ടികൾക്ക് നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്ത്, മൊത്തത്തിലുള്ള കുട്ടികൾ പല വർക്കുകളും കൊടുത്ത് ചെയ്തിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ആളുകളൊന്നും ആവില്ല. അതിൽ നമുക്ക് മുന്നോട്ട് വന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള അത്
ഋതുവിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട രീതിയിലല്ല മനുഷ്യർ പെരുമാറുന്നത്. സന്ദർഭവും അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോഴാണ് ആളുകൾ വഴിവെട്ടി ഓരോ തരത്തിലെത്തുന്നത്. അത് തിയേറ്റർ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പ്രൊഫസർ എസ് രാമാനുജം, നമ്മളെ രാമാനുജൻ സാർ ഒരു ക്യാമ്പിൽ, ഞാൻ കുട്ടികളുടെ ഒരു നാടക ക്യാമ്പിൽ സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ പോയിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞൊരു അനുഭവം. സാറ് തമിഴ്നാട്ടുകാരനാണ്, നാടകാധ്യാപകനാണ് രാമാനുജൻ സാറ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനായിരുന്നു, ഇപ്പം അന്തരിച്ചു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. തമിഴ്നാട്ടിലെ ഉൾനാട്ടിലെ ഒരു സ്കൂളിൽ സാറ് അവിടെ അധ്യാപകനായിരുന്നു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കുട്ടികളുണ്ടോ ബാക്കിലും അവിടെ ഇവിടെ കേട്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് പിന്നെ ക്ലാസ് എടുക്കുന്നൊന്നുമല്ല പ്രധാനം, അത് ശ്രദ്ധിക്കുകയോ എഴുതുക അങ്ങനെയൊന്നുമല്ല. അവർക്ക് വേറെ പല കാര്യങ്ങളും, അവർ സൈലൻ്റ് ആയിരിക്കും, പുറത്തേക്ക് നോക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ മാഷ് ക്ലാസ്സിൽ ഒരിക്കൽ ചോദിച്ചു, നമുക്കൊരു നാടകം കളിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി കൗതുകത്തിലിരുന്നു. ആരാ ഒരു പിന്നെ പട്ടിയെപ്പോലെ ഒരു പട്ടി കുരക്കുക, പട്ടിയാവുക എന്ന് വെച്ചപ്പോൾ അന്ന് വരെ ഒരു തരത്തിലും ഇൻവോൾവ് ചെയ്യാത്ത, വളരെ സൈലൻ്റായി എല്ലാത്തിനോടും മുഖം തിരിച്ചിരുന്നിരുന്നൊരു കുട്ടി അപ്പം തന്നെ ചാടിയിട്ട് ഹോ 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 എന്ന് പറഞ്ഞ ക്ലാസ്സിലൂടെ അങ്ങോട്ട് ഓടിയെന്നാണ്. മൊത്തം ക്ലാസ് റൂം അങ്ങനെ മുമ്പ് പറയാം. അങ്ങനെയാണ് ഈ തിയേറ്റർ എങ്ങനെയാണ് മനുഷ്യരെ വളർത്തുന്നത്, അല്ലെങ്കിൽ നാടകം എങ്ങനെയാണ് ആളുകളെ ശരിക്കും അവനെ ശരിക്കും ഒരു സന്തുലിതമുള്ള ഒരു വ്യക്തിയാക്കിയിട്ട് മാറ്റുകയാണ് പിന്നീട്. മീൻസ് ഇപ്പോൾ ഈ ഋതുവിൻ്റെ കഥ പറഞ്ഞ പോലെ ഇതാണ് റിയാലിറ്റി. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, ഏറ്റവും നന്നായി അഭിനയിക്കുന്ന കുട്ടികൾ ഇങ്ങനെ അല്ല. പ്രത്യേകിച്ച് സ്കൂളുകളിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ ശിവദാസ് മാഷ് പറയുന്ന ഒരു കാര്യം, മാഷ് വർഷങ്ങളായി നാടകം ചെയ്യുകയും സ്റ്റേറ്റിലൊക്കെ നാടകം കൊണ്ടുവരികയും ചെയ്യുന്ന ആളാണ്. അവർ പറഞ്ഞു, ഇവർ സ്കൂളിൽ വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്. ഇപ്പോൾ അല്ലേ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ തിരുവങ്ങൂർ സ്കൂൾ, അങ്ങനെയൊക്കെ. പക്ഷേ മാഷിനോട് പറഞ്ഞിട്ടില്ല, എനിക്ക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല മാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പക്ഷെ പറഞ്ഞിട്ടുള്ളത് നിരന്തരം ആ കുട്ടികളെ ഇങ്ങനെ പാകപ്പെടുത്തി അങ്ങനെ വളർത്തിയിട്ടാണ് ഒരു പൊസിഷനിൽ എത്തിക്കുന്നത്. ആദ്യമേ ഒരു കഥാപാത്രം, നീ ഈ കഥാപാത്രം ചെയ്യൂ, നീ അത് ചെയ്യൂ, ഇങ്ങനെ പറഞ്ഞിട്ടല്ല, മറിച്ച് ഒരു അറ്റ്മോസ്ഫിയർ കൊടുത്ത്, ഒരു കണ്ടൻറ്റ്, എന്തെങ്കിലും ഒരു ചെറിയ തീം കൊടുത്ത് അവരെ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് അവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ച് അവരുടെ ഇംപ്രൊവൈസേഷൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക ചെയ്യുക. തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. അല്ലാതെ ഒരു പൂർവ്വനിശ്ചിതമായ ടെക്സ്റ്റല്ല ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ നാടകം പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കുറച്ച് മുമ്പൊക്കെയാണ്, ഇപ്പോൾ അത് കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഏതെങ്കിലും സ്കൂൾ വാർഷികത്തിൻ്റെയൊക്കെ നാടകങ്ങളൊക്കെ കണ്ടാൽ ചില കുട്ടികൾ അഭിനയിക്കുന്നത് കണ്ടാൽ അയാളല്ല, അല്ലെങ്കിൽ ആ കുട്ടിയല്ല അത് അഭിനയിക്കുന്നത് നമുക്ക് തോന്നും. കാരണം അവൻ്റെ കയ്യിൻ്റെ ആക്ഷനും ഇതൊക്കെ ഈ ഡയറക്ടറുടെ ആക്ഷനായിരിക്കും. നാടകം പഠിപ്പിച്ച മാഷ് എങ്ങനെയാണോ അവനെ പഠിപ്പിച്ചിട്ടുള്ളത്, നാടകം പഠിപ്പിച്ച മാഷ് ചിലപ്പോൾ ഒരു പ്രത്യേക രീതിയിലായിരിക്കും, നീ എന്തുകൊണ്ട് അവിടെ പോയി, അയാൾ കൈയൊക്കെ ഇങ്ങനെ ഇളകാത്ത രീതിയിലായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടി അങ്ങനെ ചെയ്യുക. ആ കുട്ടിക്ക് ഒറിജിനലായി എങ്ങനെയാണ്, ആ കുട്ടിക്ക് രോഷം തോന്നുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഭാവം പ്രകടിപ്പിക്കേണ്ടത് എന്ന് ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ ഇയാൾ അവസരം കൊടുത്തിട്ടുണ്ടാവില്ല. മറിച്ച് ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞതോടുകൂടി ആ കുട്ടിയുടെ ഭാവനയും ആവിഷ്കാരവും ഒക്കെ അടഞ്ഞു പോവുകയും ഈ പഠിപ്പിക്കപ്പെട്ട ഒന്നിനെ അനുകരിക്കുക മാത്രമാണ് അവൻ്റെ ജോലി എന്ന് വരികയും ചെയ്യും. ഈ അനുകരണമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അബദ്ധം. നമ്മുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇമിറ്റേഷൻ മനുഷ്യന് ഉണ്ടാവും, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്ത ഘട്ടം ക്രിയേഷനാണ്. ഇമിറ്റേഷൻ ഒരാളെ വളർത്തുന്നില്ല, മറിച്ച് അയാളെ നല്ല ഒബ്സർവ് ചെയ്യുന്ന ഒരാളാക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ മിമിക്രി പലതരത്തിൽ, അതൊക്കെ ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള സാധനങ്ങളാണ്, അത് മോശമാക്കിയല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഒരാൾ പഠിപ്പിച്ചു കൊടുത്തത്, ഒരാൾ കാണിച്ചു കൊടുത്തതിന് അതുപോലെ അനുകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ കുട്ടി സ്വയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ തരത്തിലാണ് തിയേറ്റർ ഒരാൾ വളർത്തുന്നത്. നിങ്ങൾ ഈ നിരന്തരം നാടകങ്ങൾ ചെയ്യുന്ന ഗ്രൂപ്പുകളിലെ കുട്ടികളൊന്ന് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പ്രാക്ടിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്ന. അവർക്ക് ഭയങ്കര എന്താ പറയുക, ഔട്ട്ലുക്ക് ഉണ്ടാവും. അവർക്ക് കുറച്ചും കൂടി ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നാടകത്തിന് റിഹേഴ്സലിന് 4 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ 4 മണിക്ക് എത്തിയിരിക്കണം. ഭയങ്കര ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പങ്ക്ച്വാലിറ്റി. ഈ സാധനം കിട്ടും നിരന്തരം റിഹേഴ്സലിന് പോകുന്ന. അതുപോലെ ഞാൻ മാത്രം ഉഷാറായി അഭിനയിച്ചാൽ പോരാ, എൻ്റെ കൂടെയുള്ള ആളും ഞാനും എൻ്റെ ഗ്രൂപ്പ് മൊത്തം
വ്യക്തിത്വമുള്ള ഒരു പ്രവർത്തനമാണ് നാടകം. സംഘബോധം, സഹിഷ്ണുത, ജീവിതത്തിന് ആവശ്യമുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ കൂട്ടമായി നാടകം ചെയ്യുന്നതിലൂടെ ആളുകൾ ആർജിക്കുന്നുണ്ട്. അതൊക്കെ ഈ കുട്ടികളുടെ ജീവിതത്തിലെ ക്വാളിറ്റി ആയിട്ട് വരും. എന്നുവെച്ചാൽ പിന്നെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു നമ്മൾ നാടകം കയറാൻ നിൽക്കുമ്പോഴായിരിക്കും ഇന്ന കുട്ടി അവന് അസുഖമാണ്, അവൻ ഇന്ന് അഭിനയിക്കാൻ വരില്ല, എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുക. പക്ഷേ അതൊരു നാടകക്കാരൻ അല്ലെങ്കിൽ നാടകക്കാർ അത് മറികടക്കും. കാരണം അവർക്ക് ഒരു എന്താ പറയുക, നമ്മൾ പറയും പ്രത്യുൽപ്പന്ന മതിത്വം എന്നൊക്കെ പറയാമല്ലോ. പൊടുന്നനെ സംഭവിക്കുന്ന ഒരു കാര്യത്തോട് കൃത്യമായി നിലപാടെടുത്ത് പ്രവർത്തിക്കാനുള്ള ശേഷി അത് നാടകത്തിലൂടെ ഉണ്ടാവുന്നതാണ്. കാരണം കർട്ടൻ കെട്ട് മുതൽക്ക് അരങ്ങിൽ വേണ്ട കാര്യങ്ങൾ മുഴുവൻ സജ്ജീകരിക്കുന്നത്, അവിടെ വേണ്ട മറ്റു കാര്യങ്ങൾ, കോസ്റ്റ്യൂം, മേക്കപ്പ്, പ്രോപ്പർട്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക, നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉയർന്ന ഒരു തലത്തിൽ ഒരു ബോക്സ് ഉണ്ട്, അതിന് മുകളിലേക്ക് നമ്മൾ ചാടി കയറിയിട്ട് ഡയലോഗ് പറയണം വിചാരിക്കും. ഈ ചാടി കയറുമ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ശ്രദ്ധിക്കണം. 2, ഈ പ്രോപ്പർട്ടി ഇളകാതെ, പ്രോപ്പർട്ടിക്ക് പരിക്ക് പറ്റാതെ. 2, എൻ്റെ കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തിന് ഭംഗം വരാതെ എന്തെല്ലാം ശ്രദ്ധിക്കണം. ഒറ്റ ചാട്ടത്തിന് ഇതങ്ങ് മറിഞ്ഞാൽ പോയല്ലോ. അത് അയാളിൽ നിയന്ത്രണം വേണം, ഈ പ്രോപ്പർട്ടിയിൽ നിയന്ത്രണം വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ഉള്ളിൽ ഈ കഥാപാത്രം ഉണ്ടായിരിക്കണം, ആ പറയാനുള്ള സംഭാഷണം ഉണ്ടായിരിക്കണം. ഇയാൾക്ക് ആർജിക്കേണ്ടുന്ന ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയിൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നല്ല അവബോധമുള്ള ഒരു വ്യക്തിയായിട്ട് ഇയാൾ വളർന്നു വരും, ഈ കുട്ടി വളർന്നു വരും. അപ്പോൾ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു സമഗ്ര വികാസത്തിന്, വ്യക്തിത്വ വികാസത്തിന്, വൈജ്ഞാനിക വികാസത്തിന്. ഇപ്പോൾ മാഷ് പറഞ്ഞു ഭാഷ പലതരത്തിലുള്ള പോലെ ഇവിടെ അല്ലേ, ആരാ പറഞ്ഞെന്ന് ഞാൻ ഓർക്കണം അല്ലെ, ഭാഷ ഉരുവിടുന്നത് മുതൽക്ക് ഈ വ്യക്തിത്വ വികാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നാടകം തന്നെ. ഒരു സമഗ്ര ബോധം ഉണ്ടാവും. നിരന്തരമായി നമുക്കറിയാം ഇപ്പം നമ്മുടെ നാട്ടിൽ നാടക പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ, ഇതിനൊക്കെ വേറെ ചില തലങ്ങളുണ്ട്, ഞാൻ എല്ലാം ഇതാക്കി പറയല്ല. പക്ഷേ ഇതിനെ പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കൈവരും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് തിയേറ്റർ ഓഫ് ദി ഒപ്രസ്ഡ്, പിന്നെ ഗെയിംസ് ആൻഡ് തിയേറ്റർ ഗെയിംസ്, എന്താ ഗെയിംസ് ഫോർ ആക്ടേഴ്സ്, ഗെയിം ഫോർ ആക്ടേഴ്സ് എന്ന്. ആ 2 പുസ്തകങ്ങളാണ് ഇതിലുള്ളൊരു പ്രധാനപ്പെട്ടൊരു അതായത് നിയമപരമായി 36 പീരീഡ് അനുവദിച്ച ഒരു ടോപ്പിക്കാണ്. അത് പിള്ളേർ ചെയ്തതെന്താ വെച്ചാൽ, ഒരു കളിക്കുന്നതിൻ്റെ ഇടയിൽ വന്നൊരു പക്ഷിയെ പിടിച്ച്, ആ പക്ഷിയെ ഒരു റൂമിനുള്ളിൽ വെച്ച് പിടിച്ച്, അങ്ങനെ പക്ഷീനെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പം പക്ഷി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇങ്ങനെ ആർട്ടിക് ടൺ എന്ന് പറഞ്ഞ പക്ഷിയാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊന്നും ഞാൻ പെടൂല, എന്നെ കഴിച്ചാൽ അങ്ങോട്ട് വിശപ്പ് മാറില്ല. പിന്നെ ഈ ചെറിയ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കിത് വെച്ചുണ്ടാക്കി തിന്നാൻ അറിയുമോ? അതൊന്നും ഇല്ലല്ലോ, പിന്നെ വെറുതെ എന്തിനാ മെനക്കെടണ് എന്ന് ചോദിച്ചിട്ട് തുടങ്ങിയിട്ട് ഇത് കുട്ടികളാണ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഉള്ളത് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത് ആ സ്പോട്ട് ചിലപ്പം ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനന്ന് പ്രൈമറി പഠിപ്പിക്കുക, പ്രൈമറി സ്കൂൾ ടീച്ചറാണ്, ഹൈസ്കൂളിലെ കുട്ടികളാണ് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അവരെന്താ വെച്ചാൽ ആർട്ടിക്കിളിൻ്റെ റൂട്ട് മാറ്റിയിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടി വന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടി വന്ന്, നേരെ കേരളത്തിൽ വന്ന്, വീണ്ടും പിന്നെ പസഫിക് ഓഷ്യനിലൂടെ തിരിച്ചു പോകുന്നു. ഈ റൂട്ടിൽ ചെറിയൊരു ഇത് വരുത്തി. അപ്പോൾ അതോടുകൂടി ആ മുഴുവൻ സമുദ്രജല പ്രവാഹങ്ങളും കടന്നിട്ടാണ് വരിക. അപ്പോൾ ഓരോ സ്ഥലത്തും എത്തുന്ന സമയത്ത്, ഇപ്പോൾ തണുപ്പുള്ളൊരു സ്ഥലത്ത് ഒരു ഉഷ്ണജല പ്രവാഹം വരുന്ന സമയത്ത് ഈ പക്ഷി പറയും, ഞാൻ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല, പക്ഷേ നല്ല സുഖമുള്ള കാലാവസ്ഥ, ഞാൻ അവിടെ റെസ്റ്റ് ചെയ്ത്. അപ്പോൾ അതെന്താ അതിന് കാരണം? അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ട്രീം പോകുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാ സ്ട്രീമിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഷ്ടിച്ച് 1 മണിക്കൂർ നേരം എടുത്ത് പെർഫോമൻസാണ് ഇവർ 1 മാസം കൊണ്ടാണ് അവർ തയ്യാറാക്കിയത്. പക്ഷേ ആ ലേണിംഗ്, ആ പെർഫോം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെ ഇൻഡെപ്തിൽ കിട്ടുന്നുണ്ട്. അവർക്ക് ഇൻഡെപ്ത് കിട്ടാതെ ഈ സാധനം ചെയ്യാൻ പറ്റില്ല. കാരണം മനസ്സിലാവാത്ത ഒരു സാധനം പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അറിഞ്ഞൂടാത്ത പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. ആകെ കൂടി പഠിപ്പിച്ചാൽ ആകെ കൂടി എന്തോ ഒരു സാധനമായി നിൽക്കുന്നല്ലാതെ അവനാരും മനസ്സിലാവില്ല, കേൾക്കുന്ന ആൾക്കും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു തരത്തിലത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് കുട്ടികൾ തനിയെ ചെയ്യും. അവർക്ക് അതിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുത്താൽ മതി. അതായത് പിന്നെ ബെല്ലടിച്ചാൽ അടുത്ത മാഷ് ചീത്ത അറിയുന്ന സാഹചര്യം
ടീച്ചേഴ്സ് പ്രിവെൻറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നാലരയ്ക്ക് കഴിഞ്ഞാലും വീട്ടിൽ പോകുന്നതിനുള്ള ചിലപ്പോൾ രക്ഷിതാക്കളെ വിളിച്ച് സംസാരിച്ചതാ ലേശം നേരം വൈകിട്ടോ എന്നുള്ളത് പറയേണ്ടി വരും. ബാക്കിയുള്ള എല്ലാവരും ചെയ്തു. നേരത്തെ എന്തോ ഒരു സംഗതി പറഞ്ഞില്ലായിരുന്നോ? അല്ല, പിന്നെ ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഈ നാടകത്തിൻ്റെ ഏതൊരു ഭാഷയിൽ ഒരു വാക്ക് മദ്യമായിട്ട് ബന്ധപ്പെടുത്തി കണ്ട് പറഞ്ഞില്ലേ? ആരാ പറഞ്ഞത്? ആ വാക്കിൻ്റെ അർത്ഥം അത് സത്യം തെറ്റിദ്ധരിച്ചു പോയ ആൾക്കാരെ കുറിച്ചാണ് ലത്തീഫ് മാഷ് ചോദിച്ചത്. കുട്ടികളെ സംബന്ധിച്ച് എൻ്റെ അനുഭവം, ഞാൻ ഈ 2011 മുതൽ കുട്ടികളെ എന്തെങ്കിലും കോലത്തിൽ ഈ തിയേറ്ററിൻ്റെ സാധനം ചെയ്ത് പോരുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നു, നിർത്തിയിട്ടൊന്നുമില്ല. സർവീസ് എന്നൊക്കെ വിരമിച്ചെങ്കിലും ആ പണി നിർത്തണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് അത് തുടർന്ന് വന്നു. പക്ഷേ അവരൊക്കെ എന്താ വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ പിന്നെ അവർ ഹൈലി റെസ്പോൺസിബിളാണ്. അതേ സ്ഥാനത്ത് പ്രതിഷേധിക്കേണ്ട സമയത്ത് കിട്ടാൻ മാപ്പ് കൊടുക്കുകയില്ല. ഈ രണ്ട് കാര്യമുണ്ട്. അവരുടെ തീരുമാനത്തിൽ നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുള്ളൂ. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കടുകട്ടിയാണ്. പഠിക്കുന്ന കാര്യത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കാൻ അവർക്കൊരു അങ്ങനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കാവുന്നപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഭാഗം റെഡി ആവുന്ന ഒരു പ്രായമുണ്ടല്ലോ, അതിന് ശേഷമൊക്കെ തീരുമാനമെടുത്തൊരു ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേത് ഈ പറഞ്ഞ മാതിരിയാണ്, അതൊരു ഏതാണ്ട് ആ ഒരു തലമുറ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരുന്ന ജനറേഷൻ ഇങ്ങനെ ഈ അർത്ഥം മാറി തെറ്റിദ്ധരിച്ചു പോയവരായിരിക്കില്ല. അല്ല, ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം സാധാരണ ഞാൻ എൻ്റെ സ്കൂളിൽ നാടക ശില്പശാല തുടങ്ങുന്നതിന് ഒരു ഗ്രൗണ്ട് ഉറപ്പിക്കാൻ വേണ്ടി, അന്ന് സ്കൂളിൽ എല്ലാവരെയും കണക്കിൽ നാടകക്കാരെന്ന് പറഞ്ഞാൽ ലത്തീഫ് മാഷ് പറഞ്ഞ വരിക, കൃത്യനിഷ്ഠ, അനുസരണ, പിന്നെ സാമാന്യ മര്യാദകൾ, ഇതൊന്നും തൊട്ട് തെറിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെന്നുള്ള. അപ്പോൾ എനിക്ക് ഗ്രൗണ്ട് ഉറപ്പിക്കാൻ ഞാൻ അന്ന് വർക്ക്ഷോപ്പ് ചെയ്ത് കൊച്ചുനാരായണപിള്ള സാറിനെ കൊണ്ടാണ്. കൊച്ചുനാരായണപിള്ള സാറാണ് റോട്ടിലൊരാൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് അടിക്കുകയല്ലേ. അപ്പോൾ അതോടുകൂടിയാണ് ഞാൻ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നാടകക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ധാരണ മാറ്റൽ വളരെ പ്രധാനമാണല്ലോ. കാരണം ഇത്ര ചെറിയ കുട്ടികളെ തന്നെ ഇത്ര ചെറുപ്പത്തിലേ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ചുകൂടി കഴിഞ്ഞ് തന്നെ നശിക്കുകയാണെങ്കിൽ നശിച്ചാൽ പോരെ എന്നുള്ളൊരു നിലയിൽ നിൽക്കും. ഇയാളെ വർക്ക്ഷോപ്പ് കഴിഞ്ഞോടുകൂടി ഭയങ്കര ഗ്രൗണ്ടായി. ഇനി അതെ, മാഷ് പറഞ്ഞ കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് ഈ തരത്തിൽ നല്ല വളർച്ച ഉണ്ട്. നമ്മളെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോൾ കോളേജിൽ വരെ നാടകം ചെയ്തിട്ട് ആ ടീം പിന്നെ അവർ ചൂസ് ചെയ്യുന്നത്, അവരുടെ തൊഴിലിൽ വരെ അവർ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സ് സമീപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകൾ, ഭയങ്കരമായിട്ട് ലഹരി, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു സ്കൂളിലേക്കൊന്നും നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല ധൈര്യത്തോടെ. കുട്ടികളെ എത്രത്തോളം ഇവർ എങ്ങനെയാണ് ഡീൽ ചെയ്യാന്ന് പോലും നമുക്ക് പേടിയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെയുള്ള മാഷ് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു ആൾക്കാരെ കുറിച്ചല്ല ശരിക്കും നമ്മൾ പൊതുവായി പറയുന്നത്. മറിച്ച് നാടകത്തിൻ്റെ ഒരു എസൻസ്, അതിൻ്റെ ആത്മാവ്, അതിൻ്റെ കാര്യങ്ങളും അറിയുന്ന ഒരു ടീം, അത് ഏറ്റെടുക്കുന്ന കുട്ടികളുടെ പിൽക്കാലത്തെ ജീവിതം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറഞ്ഞത്. മറ്റത് ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ അതും കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം അവരവരുടെ സ്വകാര്യമായ ജീവിതത്തിൽ അവർ ഇത്തരത്തിലൊക്കെ ചെയ്യുകയും പിന്നെ അവരുടെ കരിയറിൻ്റെ മേഖല എന്നുള്ള നിലക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അത് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2015 വരെ ചിത്രകാരന്മാരിലായിരുന്നു. 2015 ശേഷം ഞാൻ നേരെ സംസാരിച്ചതിൽ ഒരു തെറ്റിദ്ധാരണ വന്നോ എന്ന് എനിക്കൊരു ചോദ്യത്തിൽ നിന്ന് അങ്ങനെ ഒരു സംശയം വന്നു എനിക്ക്. ഞാൻ യൂറോ കേന്ദ്രീകൃതം എന്ന് പറഞ്ഞത് കൺസ്ട്രക്റ്റിവിസം എന്നൊരു സാധനത്തെക്കുറിച്ചല്ല, പല വിദ്യാഭ്യാസ ചിന്തകളെയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞൊരു സാധനമായിരുന്നത്. അതായത് ഓരോ പ്രാദേശികമായ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പറയുന്ന സിദ്ധാന്തങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. റഷ്യൻ കൺസെപ്റ്റാണ് ഈ പറയുന്ന കൺസ്ട്രക്റ്റിവിസം മുഴുവനും. അപ്പോൾ അതിനെ ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു തിരിച്ചറിവ് ടീച്ചേഴ്സിനുണ്ടാവേണ്ടത് എന്നതായിരുന്നു ഞാൻ പറഞ്ഞത്. ആ ഒരു കൺസ്ട്രക്റ്റിവിസത്തിന് പ്രശ്നമുണ്ട് എന്നല്ല. അപ്പോൾ നമ്മൾ തന്നെ ടീച്ചേഴ്സ് പറയുന്ന ഒരു കമൻറ്റിനെ വെച്ചുകൊണ്ടാണ് ഞാനത് സംസാരിച്ചത്. അപ്പോൾ പിന്നെ വൈഗോട്സ്കിയും പിയാഷൊക്കെ അങ്ങനെ പലതും പറയും, ഇവിടെ അതൊന്നും നടക്കില്ല എന്നാണ് എല്ലാ ടീച്ചേഴ്സും പറയാറ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ആ ടീച്ചർക്ക് ഇതുവരെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നത് വേറൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഒരു കുട്ടി ഹെഡ് മാസ്റ്ററോട് തട്ടിക്കയറുന്നത്. അത് നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ള വീഡിയോ ആണ്. ആ കുട്ടിയുടെ വീഡിയോ മാസ്ക് ചെയ്യാതെയാണ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫോട്ടോ പുറത്ത് വളരെ ക്രിമിനൽ ഒഫൻസാണ്. നമ്മൾ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാം. അത് ടീച്ചർ, ഒരു അധ്യാപകർ ഒരർത്ഥത്തിലും ഉപയോഗിക്കാത്തൊരു സാധനം ചെയ്തതാണ്.
ഇതിനെ നമ്മൾ വെറുതെ ഒരു തിയേറ്ററായിട്ട് കണ്ടുനോക്കുക, ഒരു നാടകമായിട്ട് കണ്ടുനോക്കുക. ആ കുട്ടി പറയാണ്, ഞാൻ മാഷ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഡയലോഗ് അടിച്ചതാണ്, മൂപ്പര് ഇത് ആവശ്യമില്ലാതെ ഇതാക്കി, മൊത്തം കാര്യം മാറില്ലേ? അങ്ങനെ കുട്ടികളെ എല്ലാം ഒരു നാടകത്തിലെ കഥാപാത്രമായി കാണാൻ പറ്റുന്ന ഒരു അധ്യാപകർ ഉണ്ട് എങ്കിൽ സ്കൂൾ എത്രയോ നന്നാവും. അതാണ് പറഞ്ഞതിൻ്റെ ടോട്ടൽ സാർ. സംശയമല്ല, ഞാൻ സാറ് പറഞ്ഞ ഈ രണ്ടുപേര് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ലോക തിയേറ്ററിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം പറയുന്നത് ഇന്ത്യയിലാണ്. അത് നാട്യശാസ്ത്രമാണ്. പൊളിറ്റിക്സ് ഒക്കെ പറയുന്നത് നാട്യശാസ്ത്രത്തിൻ്റെ ഒരു ചാപ്റ്റർ പോലും ഇല്ല എന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ പൊളിറ്റിക്സ്. പേഴ്സണൽ അനുഭവമാണ്. കാരണം കഥാർസിസ് എന്നൊക്കെ പറയുന്നത് രസത്തിൻ്റെ ഒന്നും അരികിൽ നിൽക്കാത്ത സാധ്യതകളാണ്. പക്ഷെ അത് ഇല്ലയെന്നല്ല, തിയേറ്ററിൽ അത് ഇല്ലയെന്നൊന്നും അല്ല അർത്ഥം. അതുപോലെ തന്നെ ധ്വന്യലോകം, നമ്മുടെ ടെക്സ്റ്റുകളിനെ ശരിയായ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആഗമനം ഒരുപാട് പേരുടെ ഇൻവോൾവ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒളിച്ചുവെക്കലുകളുണ്ടല്ലോ, ഈ അറിവിൻ്റെ ഒളിച്ചുവെക്കലുണ്ടായിരുന്നു ഇന്ത്യയിൽ. എനിക്ക് ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ഡെവലപ്പ് ചെയ്യുന്നത് പോലും ഇന്ത്യയിൽ നിന്നാണ്. കാരണം പാണിനിയുടെ സിദ്ധാന്തത്തിൽ നിന്നാണ് നമ്മുടെ ഡെസ്യൂസറിൻ്റെ PhD തീസിസ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ മോഡേണിസം തന്നെ വരുന്നത് ലിംഗ്വിസ്റ്റിക്കിൽ. അത് കഴിഞ്ഞ് ഭർതൃഹരിയുടെ അങ്ങനെയുള്ള ഈ ബുദ്ധിസ്റ്റ് സ്ഫോട ബുദ്ധിസ്റ്റുകളുടെ ഭർതൃഹരിൻ്റെ പിന്നെ ഒരാളുണ്ടല്ലോ, ഒരു ബുദ്ധിസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇവരുടെയൊക്കെ ലിംഗ്വിസ്റ്റിക് തോട്ട്സുകളിൽ നിന്നാണ് പോസ്റ്റ് മോഡേണിസം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് യൂറോപ്പിലൊക്കെ. ഇതിൻ്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഗ്രന്ഥത്തെ ഒരു അവജ്ഞയോടെ നോക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അത് എല്ലാ അർത്ഥത്തിലും നമ്മളിലുണ്ട്. ആ സാധ്യത മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. രസസിദ്ധാന്തമാണെങ്കിലും ഒരുപാട് പെർഫോമൻസ് സ്റ്റഡീസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിത്തട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം നാട്യശാസ്ത്രം തന്നെയാണ്. പക്ഷെ അതിന് പൊളിറ്റിക്കലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഈ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സിദ്ധാന്തങ്ങളിൽ നിന്ന് മാറി അതിൻ്റെ ഉപമകളും അതിനുള്ള എന്താ പറയുക ഉദാഹരണങ്ങളുമാണ് അപകടപ്പെടുത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ പെർഫോമൻസ് തന്നെ യൂറോപ്പിലാണെങ്കിൽ ശരി ഇന്ത്യയിലാണെങ്കിൽ ശരി മിത്താണ്. ആദ്യത്തെ പെർഫോമൻസ് തന്നെ അപകടപ്പെടുക ചെയ്തത്. അത് അലമ്പായി. ഗ്രീക്ക് മിത്തോളജിയിലാണെങ്കിൽ ശരി ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ശരി. കാരണം അസുരന്മാരും ദേവന്മാരും ഇരിക്കുന്ന വേദിയിലാണ് ഇവിടെ ആദ്യത്തെ പെർഫോമൻസ് നടന്നത്. അത് അസുരന്മാർക്കെതിരായി. അപ്പോൾ അവർ ചോദിച്ചു, എന്താ മുത്തശ്ശ, ബ്രഹ്മാവിനോട് ചോദിക്കുമോ, എന്താ മുത്തശ്ശ, ഞങ്ങൾ നിങ്ങളുടെ മക്കളല്ലേ, അപ്പം ഞങ്ങൾ അപമാനിക്കാൻ വേണ്ടി ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ അലമ്പാക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ അഗസ്റ്റബിൾ പറയുന്നുണ്ടല്ലോ, ഫസ്റ്റ് പെർഫോമൻസ് ഒരാൾ മദ്യപാനിയായ ഒരു നർത്തകൻ, ഓർമ്മയുണ്ടതെ, ഒരു തെസ്പിസ്, യെസ് തെസ്പിസ് അല്ല, ഫസ്റ്റ് നടൻ, അതെ 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 ഈ രണ്ടുപേരുമല്ല, വേറൊരാളാണ്. ഓക്കെ. അപ്പോൾ ആ പുള്ളിക്കാരൻ നൃത്തം ചെയ്യുന്നത് മദ്യപിച്ചു. ഈ ഒപ്പം നൃത്തം ചവിട്ടിൽ നിന്ന് മാറുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും പ്രേക്ഷകർ ഇൻട്രാക്ഷൻ നടത്തുകയും ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ പെർഫോമൻസ് വരുന്നത്. അപ്പം തന്നെ അധികാരി പോയി അയാളോട് ചോദിക്കുന്നുണ്ട്, നീ ഈ കാണിച്ച് തെമ്മാടിത്തരം, നീ ഒരു നല്ല ഡാൻസറായിരുന്നു, എന്തൊരു തെമ്മാടിത്തരം കാണിച്ച് ഈ രാജ്യത്തിനെതിരെ നിനക്ക് എങ്ങനെ സംസാരിക്കാൻ ധൈര്യം വന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, സാർ ഇതൊരു കളി മാത്രമാണ്. ഈ എസ്കേപ്പിസം ഇപ്പം ഞാൻ ഈ പറയുന്നത് എസ്കേപ്പും അല്ല, ഇതൊരു വലിയ ചോദ്യം ചെയ്യലാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ സാധനമുണ്ട്. അപ്പം നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ എന്തൊരു മോശം സാധനമാണെന്നുള്ള കാര്യം ആദ്യം വിടണം. സമഗ്രമായ എന്ന വേർഡ് വരുന്നത് തന്നെ ഇന്ത്യൻ പെർഫോമൻസ് സ്റ്റഡീസിലാണ്. അപ്പോൾ സാർ ഉപയോഗിക്കുന്നുണ്ടല്ലേ സമഗ്രമായ പഠനം, ഇന്ത്യൻ പെർഫോമൻസ് സ്റ്റഡീസിലാണ്. മറ്റേ ഹിപ്പി സംസ്കാരത്തിൻ്റെ ഭാഗമോ ഇന്ത്യക്ക് ബാക്കി പത്രമാണ് നമ്മളൊക്കെ. ഈ ഇന്ത്യൻ ട്രഡീഷണലിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ പറ്റിയാണ് അത് ശരിക്കും ഇവിടുത്തെ അടിത്തട്ടിലെ മനുഷ്യരുടെയൊക്കെ തന്നെ പെർഫോമൻസ് എന്നാണ്. അതിനെ നമ്മൾ ഇവിടെ ഒരു ബ്രാഹ്മണിക്കൽ ഹൈറാർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബഹുജനങ്ങളുടെ മുഴുവൻ വിജ്ഞാനങ്ങളെ, അവർ പലപ്പോഴും ടെക്സ്റ്റിൻ്റെ ആൾക്കാരല്ല, അവർ മണ്ണിൽ പണിയെടുക്കുന്നവരും പല മട്ടിലുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിജ്ഞാനങ്ങളിൽ നിന്നൊക്കെയാണ് ശരിക്കും പിൽക്കാലത്ത് ടെക്സ്റ്റൽ നോളജുകൾ ഉണ്ടായിത്തീരുന്നത്. പക്ഷെ അതിൻ്റെ അതോറിറ്റി
മുകളത്തോടുള്ളായി മാറുന്നതാണ്. പലപ്പോഴും നാട്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെ തന്നെ ഇപ്പോൾ ഭരതമുനി ശരിക്കും ഒരാളല്ല അല്ലേ, പലതരം ആലോചനകളുണ്ട്, പല കാലങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം, അങ്ങനെ ഒരു ശരിക്കൊരു കൂട്ടിച്ചേർക്കലുകളും അങ്ങനെ പല ഡയമെൻഷനും ഉണ്ട്, നമുക്ക് കാലഗണനയൊന്നും കൃത്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള മാസ്റ്റേഴ്സും പല ആൾക്കാരും പല തൊഴിലാളികളും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒന്നായിരിക്കാം. പിന്നെ അതിനെ സാംസ്ക്രിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം കൈവന്നതാവാം. എന്നുവെച്ചാൽ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ, പിന്നെ ആദ്യത്തെ തന്നെ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള കലഹം, എന്താണ് പാലാഴി മതനോ അങ്ങനെ എന്തോ ആണ് കണ്ടന്റ് ഫസ്റ്റിലെ ഇത് പറയുന്നത്. എന്നിട്ട് തൂണുകളൊക്കെ ഇളക്കി ദേവലോകത്ത് വെച്ചിട്ടാണ് കളി എന്നൊക്കെയാണല്ലോ കഥ പറയുന്നത്, ബ്രഹ്മാവിൻ്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. നമ്മൾ ഇപ്പോൾ ഈ എം ജി ജ്യോതിഷ് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ. അദ്ദേഹം യൂറോപ്പിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞ ആദ്യം നാട്യശാസ്ത്ര എന്ന് പറയും. അപ്പോൾ മൂപ്പര് പറയും, നിങ്ങളീ പറയുന്ന ഇതിൻ്റെയൊക്കെ സമയത്ത് ഞങ്ങൾക്കൊന്നും എൻ്റെ മുത്തച്ഛന്മാരൊന്നും വഴി നടക്കാൻ അവകാശമില്ലാതെ ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഒറ്റ ട്രഡീഷനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അവിടെ യൂറോപ്പിൽ എവിടെ വെച്ചിട്ട് നാടകം ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അപ്പം ഞാൻ മൂപ്പര് അത് ഒരു ടോക്കിൽ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. മൂപ്പര് പറഞ്ഞൊരു അതെനിക്ക് ഭയങ്കര സ്പാർക്ക്. ഈ മുഴുവൻ ഇവിടുത്തെ അടിത്തട്ട് മനുഷ്യരുടെയും നോളജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചെറിയൊരു ആർഗ്യുമെൻറ്റ് നോക്കുക എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു, വൈകിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല ചർച്ചയാണ്, വിശേഷിച്ചും അവസാനമൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ട്രഡീഷനെ സംബന്ധിച്ചൊക്കെയുള്ള ആലോചനകളിലേക്ക് ഈ ചർച്ച വഴിമാറി. നാട്യശാസ്ത്രത്തെക്കുറിച്ചും വിശേഷിച്ചും രസസിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട വിമർശനം തന്നെ അത് സാമൂഹ്യ ചരിത്രത്തെ പരിഗണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പലപ്പോഴും രസാസ്വാദം പോലും വൈയക്തികമായിട്ടാണ് അത് പരിഗണിക്കുന്നത് എന്നുള്ളതും സാധാരണീകരണ പ്രക്രിയയിലൂടെ അതിനെ ഒരർത്ഥത്തിൽ മോഡറേറ്റ് ചെയ്യുന്നു എന്നുള്ളതുമൊക്കെയുള്ള വിമർശനങ്ങൾ രസസിദ്ധാന്തത്തിന് നേരെയും ഒക്കെ നാട്യശാസ്ത്രത്തിന് നേരെ പൊതുവായും ഒക്കെ ഉയർന്ന് കഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയാണിത്. പക്ഷേ നമുക്കറിയാം ഇതിനകത്തൊന്നും ഒരു എൻഡ് പ്രോഡക്റ്റ് അല്ല, മറിച്ച് ഒരു വലിയ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നടക്കുന്നതാണ്. അതിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യാനുള്ളത്. തീർച്ചയായും ഈ ചർച്ച, അർത്ഥപൂർണമായ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത റിസോഴ്സ് പേഴ്സൺസായി പങ്കെടുത്ത ഡോക്ടർ കെ മുഹമ്മദ് ഷെരീഫ്, ഡോക്ടർ കെ എസ് വാസ്തവൻ, ഡോക്ടർ ഹിക്മത്തുള്ള 3 പേർക്കും കൊയിലാണ്ടി മലയാള വിഭാഗത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.